ദൈവത്തിന്റെ വചനം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടവരാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധയോടെ കേട്ട് വേണം അത് മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കും, വിശ്വാസത്തോട് പറഞ്ഞു കൊടുക്കാൻ. നിങ്ങൾ പറഞ്ഞു കൊടുത്താൽ മാത്രമേ അവർ കേൾക്കത്തുള്ളൂ. കേട്ടാൽ മാത്രമേ അവർ അനുസരിക്കത്തുള്ളൂ. അപ്പോൾ നമ്മൾ കേൾക്കുക, കേട്ടിട്ട് അതേപടി തന്നെ അവർക്ക് പറഞ്ഞു കൊടുക്കുക. ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ഏർപ്പാടാണ്, എന്നാലും ശ്രദ്ധയോടെ കേൾക്കുക. ഓക്കെ, പ്രൈസ്. കാരണം നമ്മൾ ഇന്നത്തെ പിന്നെ ആദ്യമേ ഞാൻ പറയുകയാണ്, നമ്മൾ ഒരു പ്രസംഗിക്കാൻ പോകുമ്പോൾ, ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരിടത്ത് ഇപ്പോൾ പാസ്റ്റർ അല്ലെങ്കിൽ പ്രേംകുമാർ പാസ്റ്ററോ അല്ലെങ്കിൽ വിനോദങ്ങ പാസ്റ്ററോ ഒരു പ്രാർത്ഥനയ്ക്ക് വിളിക്കുമ്പോൾ, ഒരു മെസ്സേജ് കൊണ്ട് കൊടുക്കാൻ വിളിക്കുമ്പോൾ, നമ്മൾ ശരിക്കും പ്രാർത്ഥിച്ച് ഒരുങ്ങി ഒരു വചനം എടുത്ത് വേണം പ്രസംഗിക്കാൻ. മനസ്സിലാവുന്നുണ്ടോ? ഒരു വചനം എടുത്ത് വേണം പ്രസംഗിക്കാൻ. അത് പരിശുദ്ധാത്മാവ് തരുന്ന ഒരു വചനമാണ്. അല്ലാതെ വെറുതെ എല്ലാം ഞാൻ പറയുന്നത് അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ പറയുന്നത്, അല്ല വെറുതെ പറയുന്നില്ല. ഞാൻ പറഞ്ഞത് 1998 മുതൽ ഞാൻ പ്രസംഗം കേൾക്കുന്ന വ്യക്തിയാണ്. പ്രസംഗം കേൾക്കുകയും പ്രസംഗം കേട്ട് അതിലെ പോരായ്മകൾ മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ വ്യക്തമായിട്ട് പറയുന്നത്. പ്രാർത്ഥിച്ച ഒരു കൂട്ടായ്മയ്ക്ക് പോകുമ്പോൾ പ്രാർത്ഥിച്ച് ദൈവം തരുന്ന ഒരു വചനം നമ്മളത് ഏറ്റെടുത്തു കഴിഞ്ഞാൽ ആ വചനം വെച്ച് നമ്മൾ ധ്യാനിക്കണം. അതിൻ്റെ ആത്മീയ മർമ്മം എന്താണെന്ന് നമ്മൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം. പ്രൈസ് ദി ലോർഡ്. വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ആ ഒരു വചനം ഞാൻ വ്യക്തമായിട്ട് മനസ്സിലാക്കി തരുന്നത്, ആ ഒരു വചനം ഏത് കോണ്ടസ്റ്റിലാണ്, ഏത് അർത്ഥത്തിലാണ് യേശുവോടെ പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ ശിഷ്യന്മാരോട് പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ അപ്പോസ്തലന്മാർ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് വ്യക്തമായിട്ട് നമ്മൾ വായിച്ച് മനസ്സിലാക്കണം. അതിൻ്റെ ആത്മീയ മർമ്മം എന്താണ് എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കണം. മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ ആവുന്നുണ്ടോ? ഇന്ന് നമ്മൾ കാണാൻ എങ്ങനെയാണ്? വരുന്നു, ബൈബിൾ തുറക്കുന്നു, ശരിയല്ലയോ? ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല, ഞാനെല്ലാം തികഞ്ഞവനാണ്, ആരെയും ഞാൻ കുറ്റപ്പെടുത്തുന്നതല്ല. അല്ലെങ്കിൽ ബൈബിൾ തുറക്കുന്നു, ഒരു വചനം എടുക്കുന്നു, പിന്നെ നമ്മുടെ പ്രസംഗം എങ്ങോട്ട് പോകുന്നു എന്ന് നമുക്കും അറിയത്തില്ല, വിശ്വാസികൾക്കും അറിയില്ല. പിന്നീട് നമ്മൾ അവരോട് ചോദിക്കുകയാണെങ്കിൽ പറയും, എനിക്ക് പരിശുദ്ധാത്മാവ് തന്നു, പരിശുദ്ധാത്മാവ് തന്നു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ആകുമ്പോൾ നമുക്കും വളരാൻ സാധിക്കത്തില്ല, വിശ്വാസികൾക്കും വളരാൻ സാധിക്കില്ല. എൻ്റെ പൊന്നു ദേവദാസന്മാരെ, അങ്ങനെ ആകരുത്. നമ്മൾ പ്രാർത്ഥിച്ച്, വീട്ടിൽ വെച്ച് പ്രാർത്ഥിച്ച് ദൈവം ഒരു പരിശുദ്ധാത്മാവ് ഒരു വചനം തന്നാൽ ആ കൂട്ടായ്മയിൽ നീ അത് പോയി പ്രസംഗിക്ക് എന്നൊരു വചനം നമുക്ക് പറഞ്ഞു തന്നാൽ ആ വചനം ഏറ്റെടുത്തിട്ട് അത് ഏത് കോണ്ടസ്റ്റിൽ, ഏത് അർത്ഥത്തിൽ യേശുവോടെ പറഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ ശിഷ്യന്മാർ പറഞ്ഞിരിക്കുന്നു, പൗലോസോടെ പറഞ്ഞിരിക്കുന്നു എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം അതിൻ്റെ കണക്റ്റഡ് തിരുവചനങ്ങൾ നമ്മൾ പറയണം. അതിൻ്റെ കണക്റ്റഡ് തിരുവചനങ്ങൾ നമ്മൾ ഉണ്ടെന്നില്ല. അതിൻ്റെ കണക്റ്റഡ് തിരുവചനങ്ങൾ നമ്മൾ കണ്ടുപിടിക്കണം. ജോലിയാ, ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ കണക്റ്റഡ് തിരുവചനങ്ങൾ കണ്ടുപിടിക്കണം. നമ്മൾ എടുക്കുന്ന ഓരോ വചനത്തിനും അതിൻ്റെ കണക്റ്റഡ് തിരുവചനങ്ങൾ വിശുദ്ധ ബൈബിളിൽ ഉണ്ട്, ഉറപ്പായിട്ടുണ്ട്. ഇല്ലാത്തൊന്നുമില്ല, ഉറപ്പായിട്ടുണ്ട്. പക്ഷെ നമ്മൾ കണ്ടുപിടിച്ച് സമയമെടുക്കും, വില കൊടുക്കണം. കണ്ടുപിടിച്ച് മാത്രമേ നമ്മൾ ആ പരിശുദ്ധം തന്ന ആ ഒരു വാക്യത്തെ അടിസ്ഥാനമായിട്ട് നമ്മൾ സഭകളിൽ പ്രസംഗിക്കാൻ പാടുള്ളൂ, വിശ്വാസികളിൽ പ്രസംഗിക്കാൻ പാടുള്ളൂ. നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം അതിന് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, അതിന് കണക്റ്റഡ് ഒരു ടോപ്പിക് വാക്യം എടുത്തു കഴിഞ്ഞാൽ എല്ലാ വാക്യങ്ങൾക്കും അനുയോജ്യമായ തുണ ഇണ ബൈബിളിൽ ഉണ്ട്. പക്ഷെ നമ്മൾ അതിന് മെനക്കെടത്തില്ല. നിങ്ങൾ മെനക്കെടുന്നുണ്ടായിരിക്കാം, നിങ്ങളെ കുറിച്ച് പറയുന്നതല്ല, നിങ്ങൾ മെനക്കെടുന്നുണ്ടായിരിക്കാം. പക്ഷെ നിങ്ങളിത് കേട്ടിട്ട് വേറെ ഏതെങ്കിലും രീതിയിൽ പോകാൻ അവിടുത്തെ പറഞ്ഞ ഈ പ്രിയ ദേവദാസ അല്ലെങ്കിൽ ദേവദാസി, തെറ്റാണ്. നിങ്ങൾക്ക് തന്ന വചനത്തെ വെച്ചുകൊണ്ട് നിങ്ങൾ ധ്യാനിച്ച എൻ്റെ കണക്റ്റഡ് വചനങ്ങളിലൂടെ പ്രസംഗിക്കാൻ പറയണം. നിങ്ങൾ പ്രസംഗിക്കുന്നവരാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഓക്കെ, കാരണം എല്ലാത്തിനും കണക്റ്റഡ് വചനമുണ്ട്. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 34-ാം അധ്യായം 16-ാം വാക്യം. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 34-ാം അധ്യായം 16-ാം വാക്യം.
അപ്പൊ എല്ലാത്തിനും കണക്ട് വാക്യമുണ്ട്. യഹോവയുടെ പുസ്തകത്തിൽ, എവിടെ പുസ്തകത്തിൽ അന്വേഷിച്ച് വായിച്ചു നോക്കുവിൻ. അവയിൽ ഒന്നും കാണാതിരിക്കത്തില്ല. ഒന്നിന് വീണ ഇല്ലാതിരിക്കയില്ല. അവന്റെ വായല്ലോ കൽപ്പിച്ചത്. പരിശുദ്ധാത്മാവ് അവിടെ കൂട്ടിവരുത്തുക. അപ്പോ യഹോവയുടെ പുസ്തകത്തിൽ, യേശയ്യാപ്രവചനത്തിന്റെ പുസ്തകം എല്ലാവരും എഴുതിയെടുത്തോളുക. പ്രൈസ് ദി ലോർഡ്. യേശയ്യാപ്രവചനത്തിന്റെ പുസ്തകം 34:16 യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് വായിച്ച് കണ്ടെത്തണം ആണ് ഞാൻ ആദ്യം പറഞ്ഞത്. അതിന് ജോലിയുണ്ട്, ബുദ്ധിമുട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അന്വേഷിച്ച് വായിച്ചു. കാരണം ഓരോ മെസ്സേജ് തയ്യാറാക്കും മണിക്കൂറോളം, 5-6 മണിക്കൂർ ഞാൻ ഇരിക്കുക ഒരു മെസ്സേജ് തയ്യാറാക്കുന്നതിന് വേണ്ടി. പ്രൈസ് ദി ലോർഡ്. അന്വേഷിച്ച് വായിച്ച് കണ്ടെത്തവൻ അവയിൽ ഒന്നും കാണാതിരിക്കത്തില്ല, ഒന്നിനും ഇണ ഇല്ലാതിരിക്കത്തില്ല. നമ്മൾ എടുക്കുന്ന ടോപ്പിക് വാക്യത്തിന് അതിന് ഇണ പറയണം. ഇണ ജോഡി ഉണ്ട്. ജോഡിയെ കണ്ടെത്തണമെങ്കിൽ യെസ്, എവിടെ അന്വേഷിക്കണം? വിശുദ്ധ ബൈബിളിൽ അന്വേഷിച്ച് കണ്ടെത്തണം. ഹല്ലേലൂയ. അപ്പൊ അങ്ങനെ ആയിരിക്കണം നമ്മുടെ പുസ്തകത്തിൽ. ഇതെല്ലാം ഞാൻ പറയുന്നത് വ്യക്തമായിട്ട് ഇന്നത്തെ പ്രസംഗം കേട്ട് അതിൽ നിന്നാണ് ഞാൻ പിടിച്ചെടുത്ത് പറയുന്നത്. ചെറിയൊരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരും. ചെറിയ 1-2 ഉദാഹരണങ്ങൾ, 1-2 ഉദാഹരണങ്ങൾ ഞാൻ പറഞ്ഞു പോവുകയാണ്. സംഖ്യാപുസ്തകം 10-ാം അധ്യായം 9-ാം വാക്യം. നിങ്ങളുടെ ദേശത്ത് നിങ്ങളെ നിരക്കുന്ന ശത്രുവിന്റെ നേരെ നിങ്ങൾ യുദ്ധത്തിന് പോകുമ്പോൾ ഗംഭീര ധ്വനിയായി കാഹളം ഊതണം. എന്നാൽ നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളെ ഓർത്ത് ശത്രുക്കളെ കയ്യിൽ നിന്ന് രക്ഷിക്കും. നോക്കാം. ഒന്നുകൂടെ വായിച്ചാൽ സിസ്റ്റർ. നിങ്ങളുടെ ദേശത്ത്, സംഖ്യാപുസ്തകം 10-ാം അധ്യായം 9-ാം വാക്യം. നിങ്ങളുടെ ദേശത്ത് നിങ്ങളെ ഞെരുക്കുന്ന എന്നാൽ നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളെ ഓർത്ത് ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷിക്കും. അതിന്റെ ചരിത്രങ്ങളൊക്കെ വേറെയാണ്. അതിന്റെ മുകളിലോട്ട് വായിച്ചു നോക്കുമ്പോൾ നമുക്ക് അവിടെ അറിയാൻ സാധിക്കുന്നുണ്ട്. പിന്നെ മോശ അവിടെ സഭകളെ വിളിച്ചുകൂട്ടി അവിടെ പാളയത്തു നിന്ന് പുറപ്പെടുവാനും പ്രഹാരങ്ങളിൽ വന്നുകൂടുന്നതിന് വേണ്ടിയെല്ലാം കാഹളധ്വനി ധ്വനിപ്പിക്കുന്ന വചനമാണ് അവിടെ പറയുന്നത്. പക്ഷേ ഇതിന്റെ 9-ാം വാക്യം നമ്മൾ വിശ്വാസികളുടെ ഇടയിലേക്ക് കൊണ്ടുവരുമ്പോൾ ഒന്ന് ധ്യാനിച്ചു നോക്കിയേ, എന്താണ് അതിന്റെ ആത്മീയ അർത്ഥം വരുന്നതെന്ന്. കഴിഞ്ഞ 2-3 മാസങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ ചർച്ചിൽ ഞാനിപ്പോൾ ഒരു ചർച്ച നടത്തി വരികയാണ്. പാസ്റ്റർ സുസിലേക്ക് ചർച്ച നടത്തി വരിക. ഞാൻ ആരും കുറ്റപ്പെടുത്തുന്നതല്ല, ആരും പേരെന്നെടുത്ത് പറയുന്നതല്ല, കുറ്റപ്പെടുത്തുന്നതല്ല. 3 മാസങ്ങൾക്ക് മുമ്പ് ഒരു സെക്കൻഡ് സാറ്റർഡേ വന്ന് ടോപ്പിക് വാക്യം ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ. പേരെന്ന് ഞാൻ പറയുന്നില്ല. പാസ്റ്ററിനറിയാം, പാസ്റ്ററിനറിയാം. വലിയ ടി വി വെച്ചിട്ടുണ്ട്, വലിയ ടി വി ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ട്. ഈ വാക്യം സ്ക്രീനിൽ തെളിഞ്ഞു. ഞാൻ ആരും പേരെടുത്ത് പറഞ്ഞാൽ ഞാൻ നിങ്ങളെ കാല് പിടിച്ച് മാപ്പ് ചോദിക്കാൻ ഞാൻ ആരെയും ഒരു കുറ്റപ്പെടുത്തി പറയുന്നതല്ല. ഈ വാക്യം ടോപ്പിക് വാക്യമായിട്ട് ഇട്ടു. സ്ക്രീനിൽ ഈ വാക്യം തെളിഞ്ഞു കിടക്കുക. നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ഈ വാക്യത്തിൻ്റെ ആജ്ഞ മറന്നു. സ്ക്രീൻ ഉണ്ടായിരുന്നു, ഇത് കാണാൻ പറ്റും. എന്ത് മനസ്സിലായി? 9-ാം വാക്യം. ദൈവാത്മാവ് നിങ്ങൾക്ക് ഈ വാക്യം തരികയാണ്. നിങ്ങൾ ഈ വാക്യം എടുത്ത് ഒരു ചർച്ചിൽ പോയി പ്രസംഗിക്കാൻ പറഞ്ഞാൽ ഇതിന്റെ കണക്റ്റഡ് വചനങ്ങൾ നിങ്ങൾ ഇതിന്റെ ആത്മീയം മറന്നതെന്താ? പശ്ചാത്തലം വേറെയാ. മോശപാളയത്തു നിന്ന് പുറപ്പെടുമ്പോൾ കാഹളഊതാം, ഇല്ലേ? പ്രാകാരങ്ങളിൽ ദാസന്മാരെ വിളിച്ചു കൂട്ടുമ്പോൾ കാഹളഊതാം, അതൊക്കെ പറയുന്ന ഓക്കെ, അതെല്ലാം ശരിയാ. പക്ഷെ ഇത് നമ്മൾ വായിച്ചിട്ട് ധ്യാനിച്ചിട്ട് പരിശുദ്ധാത്മാവ് ഈ വചനം തരികയാണ്. ഈ വചനം തന്നിട്ട് പറയുന്നത് നീ ആ സഭയിൽ പോയി ആ വിശ്വാസത്തെ പോയി പ്രസംഗിക്ക്. പ്രസംഗിക്കണമെങ്കിൽ നമ്മൾ ധ്യാനിച്ചതിന്റെ ആത്മമർമ്മം കണ്ടെത്തിയിരിക്കണം. എന്ത് മനസ്സിലായത് എന്ന് വേഗം പറയൂ. എന്തെങ്കിലും മർമ്മം മനസ്സിലായോ? എൻ്റെ ആത്മമർമ്മം കിട്ടിയില്ല.
പിടുത്തം കിട്ടിയില്ല. ശത്രുവിന്റെ കരങ്ങൾ വിടുവിക്കുന്നവരെ ആവശ്യമാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഏതാ നിങ്ങളോട് പറയണം, നിങ്ങൾ കൂടി പറയണം. ഞാൻ നിങ്ങളെക്കാളും താഴ്ന്നവനാണ്, നിങ്ങളെല്ലാം നല്ല സർവീസ് ഉള്ളവരാണ്, നിങ്ങളെല്ലാം നല്ല സർവീസ് ഉള്ള, നിങ്ങളെക്കാളും താഴ്ന്നു നിൽക്കുന്നവനാ. നിങ്ങളും കൂടി എനിക്ക് തിരിച്ച് പറഞ്ഞു തരണം. എന്ത് മനസ്സിലായി എൻ്റെ ആത്മീയമാർമ്മം? വിശ്വാസികളിലേക്ക് കൊടുക്കുമ്പോൾ ആത്മീയമാർമ്മം എന്ത് പറയും? നമ്മൾ 10:9 ഏതാ ആയിട്ടില്ല. ഇതൊന്നും എനിക്ക് ആരും പറഞ്ഞു തരുന്നതല്ല. രാത്രിയുടെ ആവുകളിലിരുന്ന് പ്രാർത്ഥിച്ച് ധ്യാനിച്ചെടുക്കുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് ചിന്തിച്ച് നോക്കുക. വല്ല പിടുത്തം കിട്ടുന്നുണ്ടോ? ഇത് ഞങ്ങളുടെ ഇട്ടതാ, ഞങ്ങളുടെ സ്ക്രീനിൽ ഇട്ടു വന്ന പാസ്റ്റർ, പേര് കേട്ട പാസ്റ്റർ, യൂട്യൂബിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന പാസ്റ്റർ, പ്രൈസ് ദി ലോർഡ്. അദ്ദേഹം ഇതിന്റെ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായോ? നിങ്ങളുടെ ദേശത്ത് നിങ്ങളെ ഞെരുക്കുന്ന ശത്രുവിന്റെ നേരെ നിങ്ങൾ പോകുമ്പോൾ ഗംഭീര ധ്വനിയായി കാഹളം ഊതണം. എന്നാൽ നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളെ ഓർത്ത് നിങ്ങളുടെ ശത്രുവിന്റെ കയ്യിൽ നിന്നും ദൈവം നിങ്ങളെ വിടുവിക്കും. ഈ വചനം ടോപ്പിക്കിൽ ഇട്ടിട്ട് ഞാൻ ഒരിക്കലും അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുന്നില്ല. അദ്ദേഹം നേരെ പോകണം. 12 വർഷമായ രക്തസ്രാവക്കാരിയുടെ പുറകെ പോകുന്നു, 18 വർഷമായ കൂനിയുടെ പുറകെ പോകുന്നു, 38 വർഷമായ തളർവാദ രോഗിയുടെ പുറകെ പോകുന്നു. ആൾക്കാരൊന്ന് ചിരിക്കുക, വിശ്വാസത്തിൽ എൻ്റെ മുഖത്ത് ചിരിക്കുക. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ ആകരുതെന്ന് പറയാം. അവസാനം എന്നോട് തന്നെ ചോദിക്കുന്നത്, ഞാൻ ഇനി എന്ത് പറയട്ടെന്ന്. ഗത്യന്തരമില്ലാതെപ്പോൾ പെട്ടെന്ന് എങ്ങനെ കിട്ടി? അപ്പോസ്തലൻ പൗലോസിനെ കിട്ടി. പിന്നെ കപ്പൽ യാത്രയൊക്കെ പിടിച്ചാണ്ട് AC ഹോളാ, അദ്ദേഹത്തിന് അറിയാം. AC ഹോളാ. എത്ര കുപ്പി വെള്ളം കുടിച്ചു എന്ന് അദ്ദേഹത്തിന് പറഞ്ഞുകൂടാ, ഞങ്ങൾക്കും അറിയത്തില്ല. വേർത്തൊലിക്കുക. എന്നോട് ചോദിക്കും, ഞാൻ എന്ത് പറയട്ടെന്ന്. മനസ്സിലാവുന്നുണ്ടോ? ആൾക്കാരെല്ലാം സ്ക്രീനിൽ തന്നെ നോക്കിയാണ്. ഈ വചനമായിട്ട് യാതൊരു ബന്ധവും വരുന്നില്ല. ഞാൻ ആരും കുറ്റപ്പെടുത്തുന്നതല്ല. പക്ഷെ ആൾക്കാർ നമ്മെ പുച്ഛിക്കും, വിശ്വാസികൾ നമ്മെ പുച്ഛിക്കും. ഉണ്ടാകരുത്. മനസ്സിലാവുന്നുണ്ടോ? ഇനി എന്തെങ്കിലും മർമ്മം നിങ്ങൾ മനസ്സിലായോ? മനസ്സിലായില്ല. ഓക്കെ, പ്രൈസ് ദി ലോർഡ്. വ്യക്തമായിട്ട് ശ്രദ്ധിച്ചു കേൾക്കുക. ഇതിന്റെ ചരിത്രം പശ്ചാത്തലം വേറെയാണ്. പക്ഷെ നമ്മൾ വിശ്വാസികളുടെ ഇടയിൽ കൊണ്ടുവരുമ്പോൾ അതിന്റെ ആത്മീയ മർമ്മം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് നമ്മൾ വിശ്വാസികളെ ഇടിച്ച് ഇറക്കണം. നിങ്ങളുടെ ദേശത്ത് നിങ്ങളെ ഞെരുക്കുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രമേ പറഞ്ഞു. ഒത്തിരി എല്ലാ വാക്യങ്ങളും ഉണ്ട്, പക്ഷെ എല്ലാ വാക്യങ്ങളും പറയാൻ നോക്കില്ല. എല്ലാ വാക്യങ്ങളും ഇണയുണ്ട്. ഓക്കെ, നിങ്ങളുടെ ദേശത്ത് നിങ്ങളെ ഞെരുക്കുന്ന ശത്രുവിന്റെ നേരെ നിങ്ങൾ യുദ്ധത്തിന് പോകുമ്പോൾ ഗംഭീര ധ്വനിയായി കാഹളം ഊതണം. അന്ന് പഴയ നിയമത്തിൽ അത് പറയുന്നുവെങ്കിൽ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധി ഇല്ലാത്ത, പോരാട്ടമില്ലാത്ത ഏതെങ്കിലും കുടുംബങ്ങളുണ്ടോ? ആരെങ്കിലും കുടുംബമുണ്ടോ? പ്രതിസന്ധിയില്ലാത്ത, പോരാട്ടമില്ലാത്ത, പ്രശ്നമില്ലാത്ത, ദുഃഖമില്ലാത്ത, ദുരിതമില്ലാത്ത, രോഗമില്ലാത്ത, കലഹമില്ലാത്ത ഏതെങ്കിലും കുടുംബമുണ്ടോ? ഉണ്ടെങ്കിൽ കരം വരുത്താം. അവരോടൊപ്പം ഞങ്ങൾക്ക് സെൽഫി എടുക്കാൻ വേണ്ടിയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മുടെ ഭവനത്തിലുള്ള തന്നെ പല പോരാട്ട ശക്തികളും പല ശത്രുശക്തികളും നമുക്കെതിരെ പോരാടുമ്പോൾ ആ പോരാട്ട ശക്തികളിൽ നിന്ന് നമ്മൾ ജയമെടുക്കണമെങ്കിൽ നമ്മൾ എന്തോന്നണം? അതൊന്നുമല്ല ഇവിടെ പറയുന്നത്. അതാണ് നമുക്ക് പറയാൻ തെറ്റ്. അതൊന്നുമല്ല ഇവിടെ പറയുന്നത്. ആ പോരാട്ട ശക്തികളിൽ നമ്മൾ ആ പ്രതിസന്ധികളിൽ നമ്മൾ ജയമെടുക്കണമെങ്കിൽ നമ്മൾ എന്തോതണം? അത് കറക്റ്റാ. പക്ഷെ നമുക്കിപ്പോ കാളമല്ലടിച്ച് ഊതാൻ പറ്റും? കാഹളം ഊതാൻ പറ്റും? പറ്റത്തില്ല. പക്ഷെ നമ്മുടെ കയ്യിൽ കാഹളം ഉണ്ട്. ഏത് കാഹളം? പ്രാർത്ഥിച്ചാലും കാഹളത്തിന് സൗണ്ട് കിട്ടുമോ? ദൈവത്തെ സ്തുതിക്കണം, ദൈവത്തെ സ്തോത്രം ചെയ്യണം. ആയിരിക്കുന്ന പ്രതിസന്ധികളിൽ ഇരുന്നു കൊണ്ട് ദൈവത്തെ പാടി ആരാധിച്ച് ദൈവത്തെ സ്തുതിക്കണം. ആ സ്തുതിപ്പ്, ആ ധ്വനി അല്ല കാഹളമൊന്നും നോക്കത്തില്ല. അത് പഴയ നിയമകാലത്ത്. പുതിയ നിയമകാലത്ത് നമ്മളായിരിക്കുന്ന പ്രതിസന്ധികളിൽ ഇരുന്നു കൊണ്ട് നമ്മളെ റൂമിൽ ഇരുന്നുകൊണ്ട് കരങ്ങൾ അടിച്ച് പാടി ദൈവത്തെ ആരാധിച്ച് സ്തുതിക്കുമ്പോൾ നമ്മളെ ദൈവം ഓർക്കും. ആ കറുത്ത പോലീസുകാരൻ
അയാൾ ആ റൂമിന്റെ മൂലയിലിരുന്ന് ഏതോ വിഷയത്തിന് വേണ്ടി ആ കരങ്ങളടിച്ച് പാടി സ്തുതിച്ച് കരഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നു. അവനെ ഓർക്കും അവന്റെ വിഷയം എന്താണ്. മനസ്സിലാവുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ യഹോവ നിങ്ങളെ ഓർത്ത് ഈ ശത്രുക്കളുടെ കയ്യിൽ നിന്നും നമ്മുടെ പ്രതിസന്ധികളുടെ കയ്യിൽ നിന്നും ദൈവം നമ്മെ വിടുവിക്കും. കിട്ടിയോ? മനസ്സിലാവുന്നുണ്ടോ? ഇതിൽ 12 വർഷമായ രക്തസാഹകാരിയും 18 വർഷമായ കൂനിയും 38 വർഷമായ തളർവാരോഗ്യം പിന്നെ അപ്പോസ്തലൻ പൗലോസിന്റെ കപ്പൽ യാത്ര എന്തെങ്കിലും ബന്ധമുണ്ടോ? ആകരുത്. എന്നെ കേൾക്കുന്ന പ്രിയ വിശ്വാസികളെ, ഒരിക്കലും അങ്ങനെ ആകരുത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നാം അന്ന് കാഹളം ഊതിയെങ്കിൽ ഇന്ന് പ്രതിസന്ധികളുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ദൈവത്തെ ഓർത്ത് ദൈവത്തെ നമ്മൾ സ്തുതിക്കുമ്പോൾ ആ പ്രതിസന്ധികൾ തകർന്ന് വീഴും. 1-2 കാര്യം കൂടി ഞാൻ പറഞ്ഞു, അതിന്റെ കണക്റ്റഡ് വചനം പറഞ്ഞു തരികയാണ്. യോശുവയുടെ പുസ്തകം 6-ാം അധ്യായം വായിക്കുമ്പോൾ, കൂടുതൽ പറയണോ വേണ്ടല്ലോ, നിങ്ങൾക്കെല്ലാം നിങ്ങൾ വ്യക്തമായി പ്രസംഗിച്ച് നിൽക്കുന്ന വ്യക്തിയാണ് അല്ലേ? എരിഹോ പട്ടണം ആർക്ക് അവകാശപ്പെട്ടത്? യോശുവയുടെ പുസ്തകം 6-ാം അധ്യായം വായിക്കുമ്പോൾ എരിഹോ പട്ടണം ആർക്ക് അവകാശപ്പെട്ടത്? പറയണം. ഇസ്രായേൽ മക്കൾക്ക് അവകാശപ്പെട്ടത്. പക്ഷെ ഷോബാക്ക് രാജാവിന്റെ കാര്യം പറയുന്നതിൽ ഗൂഗിൾ നോക്കിയാൽ അറിയാം. ഷോബാക്ക് രാജാവ് ഇസ്രായേൽ മക്കൾ ആ എരിഹോ പട്ടണത്തിൽ പ്രവേശിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്തു? മതിൽ കെട്ടി അടച്ചു. സാധാരണ 3 അടി 4 അടി മതിലല്ല, 3 രഥങ്ങൾ അറ്റ് എ ടൈമിൽ പോകും. 3 രഥങ്ങൾ. അന്നത്തെ കാലത്ത് 3 വാഹനങ്ങൾ ഒരേ സമയം ആ റോഡിൽ ആ മതിന്റെ മണ്ടയിൽ കൂടി പോകും. അത്രത്തോളം വീതിയുള്ള റോഡാണത്. പ്രൈസ് ദി ലോർഡ്. അവർ അവിടെ JCB ഉപയോഗിച്ചോ മതിൽ പൊളിക്കാൻ? പറയണം. ഉപയോഗിച്ചോ? മൺവെട്ടി ഉപയോഗിച്ചോ? വിക്കാസ് ഉപയോഗിച്ചോ? ഒന്നും ഉപയോഗിച്ചില്ല. പ്രൈസ് ദി ലോർഡ്. അവർ 6 ദിവസം മതിലിന് ചുറ്റും, 7ാമത്തെ ദിവസം ഇല്ലേ, നിങ്ങൾ യോദ്ധാക്കളെ എല്ലാവരും ഒരു വട്ടം പട്ടണത്തിൽ ചുറ്റും നടക്കി ഇങ്ങനെ 6 ദിവസം ചെയ്യണം. 4-ാം വാക്യത്തിൽ പറയുന്നു, യോശുവയുടെ പുസ്തകം 6:4 പറയുന്നത്, 7 പുരോഹിതന്മാർ ആട്ടിൻ കൊമ്പുള്ള കാഹളം കൊണ്ട് പിടിച്ചുകൊണ്ട് 7 പ്രാവശ്യം പട്ടണത്തിൽ ചുറ്റണം. പുരോഹിതന്മാർ കാഹളം ഊതി. ഞാൻ വേഗത്തിൽ വായിച്ചു പോകും, നിങ്ങൾക്ക് അറിയാം. ഹല്ലേലൂയ, സ്തോത്രം കർത്താവേ, ഹല്ലേലൂയ. 6:15 പറയുന്നു, അവർ 7-ാം ദിവസമോ അവർ അതികാലത്ത് അർണോദയത്തിൽ എഴുന്നേറ്റ് പട്ടണത്തെ ചുറ്റി തന്നെ 7 പ്രാവശ്യം, അന്ന് മാത്രം ദൈവത്തെ 7 പ്രാവശ്യം അവർ ചുറ്റി. 7-ാം പ്രാവശ്യം പുരോഹിതന്മാർ കാഹളം ഊതിയപ്പോൾ യോശുവ ജനത്തോട് പറഞ്ഞത് എന്താണ്? ആർപ്പിടുവിൻ, പട്ടണം നിങ്ങൾക്ക് തന്നിരിക്കുന്നു. 20-ാം വാക്യം. പ്രൈസ് ദി ലോർഡ്. അനന്തരം ജനം ആർപ്പിടുകയും പുരോഹിതന്മാർ കാഹളം ഊതുകയും ചെയ്തപ്പോൾ ആ കാഹളം നാദം കേട്ട് അത്യുച്ചത്തിൽ ആർപ്പിട്ടപ്പോൾ. മനസ്സിലാവുന്നുണ്ടോ? കാറ്റുവാചനം കിട്ടുന്നുണ്ടോ? പോകണോ? അവൻ അത്യുച്ചത്തിൽ കാഹളം ഊതി എന്നല്ല പറയുന്നത്. അവൻ അത്യുച്ചത്തിൽ ആർപ്പിട്ടപ്പോൾ ദൈവം അവരെ ഓർത്തു. ദൈവ സാന്നിധ്യം അവിടെ ഇറങ്ങി, ദൈവ തേജസ് അവിടെ ഇറങ്ങി. പ്രൈസ് ദി ലോർഡ്. മതിൽ ഓട്ടോമാറ്റിക്കലി അവിടെ വീണു. ഓരോരുത്തർ മുന്നോട്ട് ചെന്ന് പിടിച്ചു. ഇണ കിട്ടിയോ? സംഖ്യാപുസ്തകം 10-ന്റെ 10-ാം അധ്യായം 9-ാം വാക്യത്തിന് ഇണ കിട്ടിയോ? കണ്ടെത്തണം. വീണ്ടും മുന്നോട്ട് നോക്കുമ്പോൾ എല്ലാം ഒത്തിരി വായിക്കണം, എല്ലാത്തിലോട്ടും ഞാൻ പോകുന്നില്ല. വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ പുതിയ നിയമത്തിലോട്ട് നോക്കുമ്പോൾ അപ്പോസ്തലപ്രവൃത്തിയിൽ 16-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നു, 2 പേര് എവിടെയായി? കാരാഗ്രഹത്തിൽ. ആരല്ല? പൗലോസും ശീലാസും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ യോശുവയുടെ പുസ്തകത്തിൽ 6-ാം അധ്യായത്തിൽ അവർക്ക് എരിഹോ പട്ടണം പിടിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ച ഒരു പ്രതിസന്ധിയായിരുന്നു. ശരിയല്ലേ? അപ്പോസ്തലപ്രവൃത്തി 16-ാം അധ്യായം വായിക്കുമ്പോൾ പൗലോസും ശീലാസും പ്രതിസന്ധിയുടെ നടുവിലാണ്. ആ പ്രതിസന്ധിയുടെ നടുവിൽ അവർ പടയാളികളുടെ മുന്നേ പോയില്ല. ഞങ്ങളെ തുറന്നു പോയില്ല. അവരെന്ത് ചെയ്തു? 14:25 അപ്പോസ്തലർ 14:25 അർദ്ധരാത്രിക്ക് പൗലോസും ശീലാസും പ്രാർത്ഥിച്ച് ദൈവത്തെ പാടി സ്തുതിച്ചു. എല്ലാം അറിയാം. സ്തുതിച്ചു. ഹല്ലേലൂയ. സ്തുതിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് വലിയൊരു ഭൂകമ്പമുണ്ടായി. കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം കുലുങ്ങി, വാതിലൊക്കെ തുറന്നു പോയി. എല്ലാവരുടെയും ചങ്ങല. മനസ്സിലായോ? ആ പ്രതിസന്ധികളിൽ നിന്ന് അവർക്ക് മോചനം കിട്ടിയോ? ദൈവത്തെ സ്തുതിച്ചപ്പോൾ ഇണ കിട്ടിയോ? സംഖ്യാപുസ്തകം 10:9 ഇണ കിട്ടിയോ? ഇതേപോലെ എല്ലാത്തിനും ഉണ്ട്. ഇനി കൂടുതൽ അതിലോട്ട് ഞാൻ നിൽക്കുന്നില്ല. ഇത് ആ സ്തുതിപ്പിനെ കുറിച്ച് തന്നെയുണ്ട്. സംഖ്യ 112 1, 2, 3 വാക്യങ്ങൾ.
സങ്കീർത്തനം 47:1, 1 ദിനവൃത്താന്തം 13:8, സങ്കീർത്തനം 86:12. ഒത്തിരി ഒത്തിരി വാക്യങ്ങളുണ്ട്. റോമാലേഖനം 15:11. പ്രൈസ് ദി ലോർഡ്. നന്ദിയോട് സ്തുതിക്കുന്നു. ഇൻ ദി നെയിം ഓഫ് ജീസസ്. ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ? ഇതുപോലെ ഓരോ വചനങ്ങൾ നമ്മൾ എടുക്കുമ്പോൾ അതിന്റെ തക്കതായ ഇണ എന്താണെന്ന് നമ്മൾ കണ്ടെത്തണം. ഈ അടുത്ത സമയത്തായിട്ട് ട്രിവാൻഡ്രം സിറ്റിയിൽ വലിയൊരു കൺവെൻഷൻ നടന്നു. ഞാൻ അവിടെ പോയിരുന്നു. അവിടെ ആദ്യത്തെ ദിവസം, സൺഡേയിൽ ആദ്യത്തെ ദിവസത്തിന്റെ ടോപ്പിക് വാക്യം ഇതായിരുന്നു. ഞാൻ എല്ലാ വചനങ്ങളും എടുക്കാൻ പോകുന്നില്ല. 2 കൊരിന്ത്യർ 4:17 അവിടെ എടുത്ത ടോപ്പിക് വാക്യം ഇതായിരുന്നു. അപ്പോസ്തലൻ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം, 2 ലേഖനം 4:17 വാക്യം. ആ ഞങ്ങളുടെ ലഘുവായ കഷ്ടം ആ അത്യന്ത അനവധിയായി ആ തേജസ്സിന്റെ ദിവ്യധനം ആ ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു. പ്രൈസ് ദി ലോർഡ്. എന്താണ് അതിൻ്റെ മനസ്സിലാവുന്നുണ്ടോ? അതുകൂടെ പറയണം, നിങ്ങളോട് പറയണം. നമ്മളൊരു ഇൻട്രാക്ഷനിൽ കൂടി പോകാം. ആ വാക്യം വായിച്ചിട്ട് എന്ത് മനസ്സിലാവുന്നുണ്ടോ പറയണം. വേഗം പറഞ്ഞ സമയമില്ല, വേഗം പറയണം. തെറ്റാണ് ശരിയാ, ഓക്കെ, നോ പ്രോബ്ലം, പറയണം. 2 കൊരിന്ത്യർ 4:17 പൗലോസ് പറയുന്നത്, ഞൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായ തേജസ്സിന്റെ നിത്യകരം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു. അവിടെ എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് ഞാൻ അറിയില്ല. 10-15 ഇന്നപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി. ഞാൻ ഉടൻ തന്നെ എണീറ്റ് എൻ്റെ വീട്ടിലിട്ട് പോയി വെറുതെ അവിടെ സമയം കളയണ്ടാന്ന് കരുതി. അദ്ദേഹം ആഹാരം കഴിക്കുന്ന കാര്യവും വലിയൊരു കൺവെൻഷൻ, ആയിരക്കണക്കിന് വെള്ള വസ്ത്രധാരികളിരിക്കുന്ന വലിയൊരു കൺവെൻഷൻ പറഞ്ഞിട്ട് അത് ആഹാരം കഴിക്കുന്ന കാര്യം, ഉറങ്ങുന്ന കാര്യം, എഴുന്നേൽക്കുന്ന കാര്യം, കുട്ടികളോട് സംസാരിക്കുന്ന കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. കഷ്ടം, പരമകഷ്ടം. എന്നെ കേൾക്കുന്ന പ്രിയ വിശ്വാസികളെ, ഒരിക്കലും ആകരുത്. പൗലോസ് പറഞ്ഞിരിക്കുന്നത് അതിന്റെ ആത്മീയ മർമ്മം ഏത് അടിസ്ഥാനത്തിൽ, ഏത് കോണ്ടസ്റ്റിൽ പൗലോസ് അവിടെ പറഞ്ഞിരിക്കുന്നു എന്നത് നമ്മൾ ആ 1 മുതലുള്ള 4:1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. പ്രത്യേകിച്ച് 8-ാം വാക്യത്തിൽ പറയുന്നു, ഞങ്ങൾ 2 കൊരിന്ത്യർ 4:8 പറയുന്നു, ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം സഹിക്കുന്നവർ എങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല, ബുദ്ധിമുട്ടുന്നവർ എങ്കിലും നിരാശപ്പെടുന്നില്ല, ഉപദ്രവം അനുഭവിക്കുന്നവർ എങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല, വീണ് കിടക്കുന്നവർ എങ്കിലും നശിച്ചു പോകുന്നില്ല. പൗലോസ് അവിടെ പറയുന്നത്, ആ പൗലോസ് അവിടെ സുവിശേഷത്തെ പ്രതി അനുഭവിക്കുന്ന കഷ്ടത. എന്തൊക്കെ പറഞ്ഞു എന്റെ ദൈവമേ. സുവിശേഷത്തെ പ്രതി പൗലോസ് അനുഭവിക്കുന്ന കഷ്ടതയെ കുറിച്ച് വ്യക്തമായിട്ട് വെളിപ്പെടുത്താൻ, വ്യക്തമായിട്ട് പറഞ്ഞു. ആ 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും സുവിശേഷത്തെ പ്രതി അനുഭവിക്കുന്ന കഷ്ടത. പക്ഷേ എന്നിട്ട് പറയുന്ന, അങ്ങനെ കഷ്ടത അനുഭവിച്ചാലും ഈ കഷ്ടത നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിന്റെ നിത്യകരം കിട്ടുവാൻ ഞങ്ങൾക്കത് കാരണമാകുന്നു. ഞങ്ങൾ ഇവിടെ ഭൂമിയിൽ സുവിശേഷത്തെ പ്രതി വ്യക്തമായി ക്ലാരിഫൈ ചെയ്ത് പറയണം. സുവിശേഷത്തെ പ്രതി ഭൂമിയിൽ അനുഭവിക്കുന്ന കഷ്ടതയിൽ കൂടി ഞങ്ങൾ നിത്യ തേജസ്സിന്റെ നിത്യജീവന്റെ അവകാശികളായി മാറുകയാണ്. ആ അവകാശം ഞങ്ങൾ നോക്കുമ്പോൾ ഈ ഭൂമിയിൽ അനുഭവിക്കുന്ന ദുഃഖങ്ങളും ദുരിതങ്ങളും ഞങ്ങൾക്ക് ഒന്നുമല്ല. പക്ഷെ അവര് സുവിശേഷം പറയാൻ പറയത്തില്ല. വിശ്വാസികളോട് സുവിശേഷം പറയാൻ അവർ പറയത്തില്ല. അങ്ങനത്തെ ഒരു സഭയാണോ? അപ്പോൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് വിശ്വാസികൾ വഞ്ചിക്കപ്പെടുകയില്ലയോ? Glory to God. നന്ദിയോട് സ്തുതിക്കുന്നു. In the name of Jesus, നന്ദിയോട് സ്തുതിക്കുന്നു. ഞാൻ ആരും കുറ്റപ്പെടുത്തി പറയുന്നത്, നമ്മൾ അങ്ങനെ ആകരുത്, ഒരിക്കലും നമ്മൾ അങ്ങനെ ആകരുത്. കാരണം ആൾക്കാർ പുച്ഛിക്കും. ഇതിനകത്ത് അറിയാവുന്ന ആൾക്കാർ വന്നിരിക്കും, പാസ്റ്റർമാർ വന്നിരിക്കും, ഒത്തിരി ആൾക്കാർ വന്നിരിക്കും. അവർ നമ്മളെ പുച്ഛിക്കും. അങ്ങനെ പുച്ഛിക്കാൻ ഇട കൊടുക്കരുത്. വീണ്ടും ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയുകയാണ്. ഹല്ലേലൂയ. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 54-ാം അധ്യായം. എല്ലാം പറയുന്നില്ല, എല്ലാത്തിനും ഉണ്ട് തക്കതായ തുണം. എന്നാൽ കുറച്ച് കാര്യങ്ങളിൽ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 54-ാം അധ്യായം 16-17 വാക്യം. അപ്പോൾ തീക്കനൽ ഊതി പണി ചെയ്ത് ഓരോ ആയുധം ഉണ്ടാക്കുന്ന കൊല്ലനെ സൃഷ്ടിച്ചതാരാ? ദൈവമാണ്, അല്ലേ? അവരെ നശിപ്പിക്കാൻ സംഹാരേനെയും
കൊലപാതകനെ ഞാൻ തന്നെ സൃഷ്ടിച്ചിരിക്കുന്നു. ഓക്കെ, നമ്മുടെ കണക്റ്റഡ് വാക്യം ഇതെന്ന് ഒത്തിരി പേര് പ്രസംഗിക്കുന്നുണ്ട്. വമ്പൻ ശുശ്രൂഷകളിൽ പ്രസംഗിക്കുകയാണ്, വൺ കൺവെൻഷനിൽ പ്രസംഗിക്കുകയാണ്. പ്രഗത്ഭരായിട്ടുള്ള വ്യക്തികൾ, ഈ കേരളത്തിലുള്ള പ്രഗത്ഭരായിട്ടുള്ള വ്യക്തികൾ പ്രസംഗിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. 17-ാം വാക്യം, നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരായുധവും ഫലിക്കുകയില്ല. ന്യായവിസ്താരത്തിൽ നിനക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന എല്ലാ നാവിനെയും നീ കുറ്റം വിധിക്കും. ടോപ്പിക് വാക്യമായിട്ട് നിങ്ങൾ യൂട്യൂബിൽ കയറി നോക്കിക്കോളൂ. വൻ പേര് കേട്ട പ്രാസംഗികരെ കുറിച്ച് പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇവർ പിന്നെ എങ്ങോട്ടാണ് പോകുന്നു എന്നുള്ളത് ഇതിന്റെ ഇണയാതാ. നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ഒരായുധവും ഫലിക്കുകയില്ല. മനസ്സിലാവുന്നുണ്ടോ? നീ ന്യായവിസ്താരത്തിൽ നിനക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന എല്ലാ നാവിനെ നീ കുറ്റം വിധിക്കും. ഒരു ആത്മീയ മർമ്മം പോലും മനസ്സിലാക്കാതെ, ആ വചനത്തെ കുറിച്ചുള്ള യാതൊരു വിഷയം ധ്യാനിക്കാതെ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞുകൊണ്ടങ്ങ് പോവുകയാണ്. നിങ്ങൾക്ക് മനസ്സിലാകുന്നതിന്റെ എന്താണ് ഇതിന്റെ ആത്മീയ മർമ്മം എന്ന്, ഇതിന്റെ കണക്റ്റഡ് വചനങ്ങൾ എന്താണെന്ന് ജനങ്ങളോട് പറഞ്ഞു കൊടുക്കേണ്ടത്, വിശ്വാസികളോട് പറഞ്ഞു കൊടുക്കേണ്ടത്. ബൈബിളിലോട്ട് ഇഷ്ടംപോലെ വാക്യങ്ങളുണ്ട്. പിടുത്തം കിട്ടുന്നുണ്ടോ? കിട്ടുന്നില്ല. കിട്ടിയവരാരെയുണ്ടേ പറയൂ. നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ഒരായുധവും ഫലിക്കുകയില്ല. ഏതെങ്കിലും വാക്യം കിട്ടുന്നുണ്ടോ? ഒന്ന് ചിന്തിച്ചു നോക്ക്, ഓർമ്മിച്ചു നോക്ക്. നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ഒരായുധവും ഫലിക്കുകയില്ല. ഏതാ? അത് ബൈബിളിൽ നമ്മൾ പിടിച്ചെടുക്കണം. ആർക്കായുധം ഉണ്ടാക്കി? വ്യക്തമാണല്ലോ, വ്യക്തമാണ്. ആർക്കായുധം ഉണ്ടാക്കി? ഏത് പുസ്തകം? മനസ്സിലാവുന്നുണ്ടോ? എസ്തേറിന്റെ പുസ്തകം ഇല്ലേ? എസ്തേറിന്റെ പുസ്തകത്തിൽ ആർക്കെതിരെ ആയുധം ഉണ്ടാക്കി? ഇപ്പൊ ക്ലിക്ക് ആവുന്നുണ്ട്. മൊർദെഖായിക്കെതിരെ ഹാമാൻ ആയുധമുണ്ടാക്കി. യഹൂദന്മാർക്കെതിരെയും മൊർദെഖായിക്കെതിരെ ഹാമാൻ ആയുധമുണ്ടാക്കി. ആ ആയുധം ആർക്ക് വലിച്ചു? മനസ്സിലായോ? അവനെ കുറ്റം വിധിച്ചതാരാ? ഹാമാനെ. എസ്തേർ രാജ്ഞി ദാ നിൽക്കുന്നവൻ തന്നെ. യഹൂദന്മാരുടെ രാജ്ഞിയായ യഹൂദൻ ഗണത്തിൽപ്പെട്ട എസ്തേർ രാജ്ഞി ദാ നിൽക്കുന്നവൻ തന്നെ. മനസ്സിലാവുന്നുണ്ടോ? ആ കഴിമരത്തിൽ ഹാമാൻ തൂങ്ങി. അതാണ് നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ഒരായുധവും. പിന്നെ ബാക്കിയുള്ള ദൈവത്തോട് പറ്റിച്ചേർന്ന് കറക്റ്റ് വേണം. മനസ്സിലായോ? പക്ഷെ നമ്മൾ ആയുധങ്ങളെന്ന് പറയുന്ന ആയുധം എന്ന് പറയുമ്പോൾ ആ കുരുക്കെന്ന് പറയുന്ന സമയത്ത് അതിലോട്ട് വരുന്നുണ്ട്. അപ്പൊ ആ തൂക്ക് അവിടുന്ന് മാറി കിട്ടണമെങ്കിൽ അവനുണ്ടാക്കിയ ആയുധം ആ വ്യക്തമായിട്ട് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഇല്ലേ? കരുതുമരം. ആ കരുമരം രക്ഷപ്പെട്ട കാര്യം എങ്ങനെ രക്ഷപ്പെട്ടു, അതിനുവേണ്ടി എന്ത് ചെയ്തു എന്നുള്ളതൊക്കെ ഓക്കെ. അപ്പൊ നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ഒരായുധവും ഫലിക്കയില്ല. പ്രൈസ് ദി ലോർഡ്. ഒത്തിരി കാര്യങ്ങളുണ്ട്. തിരിച്ച് ദാനിയേൽ പ്രവാചക പുസ്തകം വായിക്കുമ്പോൾ ഏതധ്യായം? അത് 3. ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ. 6. മനസ്സിലാവുന്നുണ്ടോ? ദാനിയേലിനെ 120 പ്രധാന ശേഷന്മാരും മറ്റേ 3 തലവന്മാരിൽ 1 തലവൻ ദാനിയേലാണ്. മറ്റേ 2 പേരും കൂടി, അപ്പോൾ 122 പേര് കൂടി ദാനിയേലിന് എന്തുണ്ടാക്കി? ആയുധമുണ്ടാക്കി. പ്രൈസ് ദി ലോർഡ്. പക്ഷെ ഇതറിഞ്ഞ ദാനിയേൽ സ്വഭവനത്തിൽ പോയി യെരൂശലേമിൽ നേരെ തുറന്നു കിടക്കുന്ന ജാലത്തിന്റെ മുമ്പിൽ ദിവസേന പ്രാർത്ഥിക്കുന്നത് പോലെ 3 നേരം നിലവിളിച്ച് പ്രാർത്ഥിച്ചു. പ്രൈസ് ദി ലോർഡ്. നിലവിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ആ ദാനിയേൽ സിംഹക്കുഴി എറിയപ്പെട്ടുവെങ്കിലും ആ സിംഹക്കുഴിയിൽ ദൈവത്തിന്റെ ദൂതന്മാർ ഇറങ്ങി. നമ്മുടെ വാക്യം അവിടെ തീർന്നില്ല. നിനക്ക് വിരോധമായ ഒരു ആയുധം ഫലിക്കുകയില്ല. നീ എഴുന്നേൽക്കും, എല്ലാ നാവിനെ നീ കുറ്റം വിധിക്കും. മറ്റുള്ള ആ 120 പ്രധാന ശ്രേഷ്ഠന്മാരെയും കുടുംബങ്ങളെ കുറ്റം വിധിച്ചോ? ദാനിയേൽ കുറ്റം വിധിച്ചോ? അവരെല്ലാം സിംഹക്കുഴിയിൽ എറിഞ്ഞില്ലയോ?
അപ്പോൾ ഈ ആയുധം ഫലിക്കും. ആയുധം ഫലിക്കാതിരിക്കണമെങ്കിൽ എസ്തേറിൽ പറഞ്ഞത്, എസ്തേർ പുസ്തകത്തിൽ വായിക്കുന്നത് പോലെ നമ്മൾ പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ചെയ്യുന്ന ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായത്തിൽ വായിക്കുന്നത് പോലെ നമ്മൾ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിനക്കെതിരെ വരുന്ന ഒരു ആയുധവും ഫലിക്കുകയില്ല. നമ്മൾ ആയുധത്തെ പിടിച്ചു കൊണ്ടുവരണം. ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പൊ ദാനിയേലിനെ കുരുക്കിൽ തന്നെ കുരുക്കിയവർ വീണു. എത്ര പേർ? എത്ര പേർ? 120 പേർ. അത് 120 പ്രധാന ദേശാധിപന്മാർ, പിന്നെ അത് കൂടാതെ 3 തലവന്മാരുണ്ടായിരുന്നു. 3 തലവന്മാരിൽ പ്രധാനിയാണ് ദാനിയേൽ. മനസ്സിലായോ? ഞാൻ പറഞ്ഞു വന്ന വാക്യം മനസ്സിലായോ? നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ഒരായുധവും ഇത് ജനങ്ങളിലോട്ട് ഇടിച്ചിറക്കണം, ജനങ്ങളോട്ട് പറഞ്ഞു കൊടുക്കണം. പ്രിയ വിശ്വാസികളെ, നിന്റെ കുടുംബത്തിൽ നിന്റെ ബന്ധുക്കളോ, നിന്റെ ചാർച്ചക്കാരോ, നിന്റെ അയൽവാസികളോ, നിന്റെ ഓഫീസ് മേഖലകളിൽ മറ്റുള്ളവരോ നിനക്ക് എന്തെങ്കിലും വിരോധമായ ആയുധങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ, ആവിഷ്കാരങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ, മന്ത്രവാദങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ അത് നിനക്ക് വലിക്കയില്ല. അത് അവന്റെ കുടുംബത്തിൽ തന്നെ തിരിച്ചടിക്കും. ഇത് പറഞ്ഞ് ബലപ്പെടുത്തി കൊണ്ടുവരണം. നന്ദിയോട് സ്തുതിക്കുന്നു. അപ്പൊ ദ നെയിം ഓഫ് ജീസസ്, നന്ദിയോട് സ്തുതിക്കുന്നു. ഞാൻ എല്ലാം എടുത്ത് പോകുന്നില്ല, ചില വാക്യങ്ങൾ മാത്രം എന്റെ മനസ്സിൽ ടച്ച് ചെയ്തിട്ടുള്ള വാക്യങ്ങളാണ്. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. തുടർന്ന് ഞങ്ങൾ കൂടെ ഒന്ന് ചിരിക്കുകയായിരുന്നു. ഒരു കഴിഞ്ഞ വർഷത്തിൽ അടുത്തുള്ള ഭാഗത്തുള്ള കൺവെൻഷനാണ്. ഈ ലോകമെമ്പാടും പോയി സുവിശേഷം പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദാസൻ, ടിവിയിലും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന ദാസൻ. പ്രൈസ് ലോർഡ്. ഞങ്ങൾ രണ്ടും നോക്കി ചിരിക്കുകയായിരുന്നു. പ്രൈസ് ലോർഡ്. ഞങ്ങൾ പോയി അപ്പോൾ തന്നെ ഞങ്ങൾ നീറ്റു. യോഹന്നാൻ സുവിശേഷം 11-ാം അധ്യായം 38 മുതൽ 44 വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നവർക്ക് അവിടെ അറിയാൻ സാധിക്കുന്നുണ്ട്. എന്താണ് യോഹന്നാൻ സുവിശേഷം 11-ാം അധ്യായം 38 മുതൽ 44 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് സാധിക്കും. ലാസർ മരിച്ചു, 4 ദിവസമായി കല്ലറയ്ക്കകത്താണ്, അല്ലേ? പ്രൈസ് ലോർഡ്. നന്ദിയോട് സ്തുതിക്കുന്നു. ഹല്ലേലൂയ. 39-ാം വാക്യത്തിൽ കല്ല് നീക്കുവൻ എന്ന് യേശു പറഞ്ഞപ്പോൾ മാർത്ത പറഞ്ഞു, കർത്താവേ, നാറ്റം വെച്ച് തുടങ്ങി എന്ന് നീക്കിയിട്ടൊന്നും കാര്യമില്ല. അവിശ്വാസം. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. അത് അവിശ്വാസത്തിന്റെ ടോപ്പിലോട്ട് പോകും. അടുത്ത 40-ാം വാക്യം, യേശു അവളോട് വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും. ഗ്ലോറി ടു ഗോഡ്. പ്രൈസ് ഗോഡ്. 42-ാം വാക്യം, നീ ഇപ്പോഴും നീ എപ്പോഴും എന്റെ അപേക്ഷ കേൾക്കുന്നു ഞാൻ അറിയുന്നു. നിന്നെ അയച്ചു എന്ന് ചുറ്റും നിൽക്കുന്ന പുരുഷൻ വിശ്വസിക്കുന്ന അവിടെ നിന്ന് ഞാൻ പറയുന്നു. 43-ാം വാക്യം, ഇങ്ങനെ യേശു പറഞ്ഞിട്ട് ലാസറെ പുറത്തു വരിക. 44-ാം വാക്യം, മരിച്ചവൻ പുറത്തു വന്നു. പ്രൈസ് ലോർഡ്. അവന്റെ കാലും കൈയും ശീല കൊണ്ട് കെട്ടി, മുഖം റൂമാൽ കൊണ്ട് മൂടി. നിങ്ങൾക്കെല്ലാം അറിയാം, അവന്റെ കെട്ടഴിപ്പിന് അവൻ പോകട്ടെ എന്ന് പറഞ്ഞു. എന്നെ കേൾക്കുന്ന പ്രിയ വിശ്വാസികളെ, അല്പ ടച്ച് ചെയ്തിട്ട് ദാ പോകുന്നു അദ്ദേഹം വേറെ എങ്ങോട്ടോ. ലാസറെ പുറത്തു വാ. ലാസർ പുറത്തു വന്നു. തീർന്നു. അടുത്ത ഭാഗത്തോട്ട് പോയി എങ്ങോട്ടോ പോവുകയാണ്. ഞങ്ങൾ 2 മുഖത്തോട് നോക്കി ചിരിക്കുകയായിരുന്നു. കാരണം മരിച്ച് ജീർണിച്ച് 4 ദിവസമായി പുഴുവെടുത്ത ഒരു ശരീരമാണ്. മനസ്സിലാക്കണം, അടിക ശരീരമാണ്. ഒരൊറ്റ വാക്കിനാൽ ലാസറെ പുറത്തു വാ, ഒരൊറ്റ വാക്ക് പറഞ്ഞപ്പോൾ ദൈവത്തിന്റെ മഹത്വം ലാസറിൽ മേൽ ഇറങ്ങിയപ്പോൾ അവിടെ എന്തെല്ലാം പ്രക്രിയകൾ നടന്നു. നിങ്ങൾ ആരും മോർച്ചറി കയറിയിട്ടുണ്ടോ? നിങ്ങൾ മോർച്ചറി ഇല്ല, ഇംഗ്ലീഷ് അതെ പോസ്റ്റ്മോർട്ടം നടത്തുന്നത് കയറിയിട്ടുണ്ടോ? കയറിയിട്ടുണ്ടോ? അതെങ്ങനെ കയറിയതാ? പോലീസിലായിരുന്നോ? ഏതാ? സിയുടെ കൂടെ കയറിപ്പോയോ? ബോധം കെട്ടി വീണോ? എന്നാ ഞാൻ കയറിയിട്ടുണ്ട്. ഞാൻ ഇതും പെട്ടെന്ന് ശിവരെ കയറി പിടിച്ചോണ്ട് ആദ്യമായിട്ട് കയറുക. ജസ്റ്റ് കയറി നോക്കിയപ്പോൾ, ആദ്യം ബസ്സിൽ കയറി അതൊന്ന് എത്തി നോക്കിയപ്പോൾ തന്നെ ഇതെനിക്ക് പറ്റിയതില്ല. യൂണിഫോമില്ല. സെക്യൂരിറ്റിക്കാരൻ സാറകത്ത് കയറ്, ഞാൻ ഒപ്പിടണം. ഞാൻ പറഞ്ഞു വേണ്ട, പേപ്പർ നിങ്ങൾ വാങ്ങിച്ചോണ്ട, ഞാൻ ഒപ്പിട്ടേരാന്ന് പറഞ്ഞു. ഇൻട്രസ്റ്റ് തയ്യാറാക്കി അടുത്ത ബോഡിയുടെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. നമുക്കത് അകത്ത് വിളിച്ച് സെക്യൂരിറ്റിക്കാരൻ പറഞ്ഞത് സാർ അകത്ത് കയറും. ഞാൻ പറഞ്ഞു ഞാൻ അകത്ത് കയറത്തില്ല. ഒത്തു നോക്കിയപ്പോൾ തന്നെ എനിക്ക് മതിയായി. ഒന്ന് എത്തി നോക്കിയതേ ഉള്ളൂ. മനസ്സിലായേ? ഞാൻ പറഞ്ഞു നിങ്ങൾ വാങ്ങിച്ചോണ്ടോ? ഇല്ല സാറ് പോ.
സാറിന് നിങ്ങൾ പോയി വാങ്ങിച്ചാൽ ഞാൻ ഒപ്പിട്ട് തരാമെന്ന് പറയും. ഇയാൾ പഠിച്ച പണി 18 നോക്കിയിട്ട് ഞാൻ അകത്തോട്ട് കയറുന്ന ലക്ഷണം ഇല്ല. ഇയാൾ നൈസിൽ നിന്നിട്ട് എന്നെ ചുറ്റി പിടിച്ച് കഥവ് തുറന്ന് സെക്കൻഡുകൾക്ക് തന്നെ കഥവ് തുറന്ന് ഒരൊറ്റ തള്ളു കഥവ് അടച്ചു. മനസ്സിലാവുമ്പോൾ നോക്കിയത് രംഗമോ 4 ദിവസമായ 4-5 ദിവസമായ ഒരു സ്ത്രീയുടെ ബോഡി ഇവിടെ അടുത്തുള്ളത് തന്നെയാണ്. ഒരു സ്ത്രീയുടെ ബോഡി മറ്റൊരു ഭാഗത്തുള്ള ഒരു ബ്യൂട്ടീഷ്യൻ, തലയെ മുടിയൊന്നുമില്ല, തലയൊക്കെ മറ്റ ക്രീം കളർ, ഇതിനേക്കാളും ഇതേപോലത്തെ കളർ, ശരീരം മൊത്തം ഇതേപോലത്തെ കളറ്. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ആ ശരീരത്തിൽ നിന്ന് പുഴുക്കൾ, ആ ക്രീം കളറിലെ പുഴുക്കൾ, ആ പുഴുക്കളുടെ ഇത്ര വരും. ഓരോ പുഴുക്കളിൽ നിന്ന് ഡാൻസ് കളിക്കുക, ഇങ്ങനെ നിന്ന് ഡാൻസ് കളിക്കുക, ഇങ്ങനെ ചാടി കളിക്കുക. പ്രൈസ് ലോർഡ്. ഇത് കണ്ട ആർക്കെങ്കിലും ബോധം കണ്ട ഞാൻ എൻ്റെ എല്ലാം പോയി പെട്ടെന്ന് ചെവിരി കയറി പിടിച്ചോണ്ട് ഒന്ന് വേർത്തു. അവർ കാര്യം മനസ്സിലായി, വേർത്തു ഒരു ക്ലിയർ വന്നു. പ്രൈസ് ലോർഡ്. അത് ഞാൻ അവിടെ നിൽക്കട്ടെ. അപ്പോൾ ഈ 4 ദിവസമായി ഇതേ കളറിൽ കിടന്ന ദേഹത്ത് വെട്ടി ഒലിച്ചുകൊണ്ടിരിക്കുന്ന പുഴുക്കളും ആ ഡാൻസ് കളിക്കുന്ന ഒരൊറ്റ ശരീരമാണ്. ലാസറേ നീ പുറത്തു വാ. വ്യക്തമായിട്ട് കേട്ട് മനസ്സിലാക്കണം. ലാസറേ നീ പുറത്തു വാ എന്ന് പറഞ്ഞപ്പോൾ ഒരൊറ്റ വാക്കിനാൽ എങ്ങനെ പറഞ്ഞു കൊടുക്കുക? എങ്ങനെയാന്ന്? എവിടെയെല്ലാം ദൈവത്തിന്റെ തേജസ് പറഞ്ഞു? മനസ്സിലാവുന്നുണ്ടോ? ഞരമ്പുകൾ എല്ലാം അടിയ ഞരമ്പുകൾ ആണോ? ജീവൻ വെച്ചോ? ബ്ലഡ് ഓട്ടമില്ലാത്ത എല്ലാം കറുത്തുപോയി, എല്ലാം അഴിഞ്ഞുപോയി. ബ്ലഡ് ഓട്ടം വെച്ചോ? തൊക്ക് അഴിക തൊക്ക് സാധാ തൊക്കായോ? തലയിൽ മുടിയൊന്നുമില്ല, മുടി വന്നോ? ശരീരത്തിൽ മുടി വന്നോ? വിശ്വാസം വന്നോ? ജീവൻ വന്നോ? ബാക്കി നിങ്ങൾ എന്നെ എക്സ്പ്ലെയിൻ ചെയ്തോളൂ. എന്നെ കേൾക്കുന്ന പ്രിയ വിശ്വാസികളെ, സഭയിൽ കേട്ടോണ്ടിരിക്കുന്ന നമ്മൾ കൊടുക്കണം. എന്നെ കേട്ടോണ്ടിരിക്കുന്ന പ്രിയ വിശ്വാസികളെ, നിന്റെ പ്രാർത്ഥനാ വിഷയങ്ങൾ അഴുകിയിരിക്കുകയാണോ? ഇത് നടക്കത്തില്ല എന്ന് പറഞ്ഞ് നിന്റെ കുടുംബക്കാർ നിന്നെ കുറ്റം വിധിച്ചോണ്ടിരിക്കുകയാണോ? തൂതുപോന്നുണ്ടോ? പ്രൈസ് ലോർഡ്. നിന്നെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണോ? നോ. നീ മാർത്തയെ പോലെ അവിശ്വാസിയാകാതെ മറിയത്തെ പോലെ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് നിന്റെ പ്രാർത്ഥനാ വിഷയങ്ങളിൽ ജീവൻ വയ്ക്കും. നിന്റെ പ്രാർത്ഥനാ വിഷയത്തിൽ ദൈവത്തിന്റെ മഹത്വം ഇറങ്ങും, തേജസ് ഇറങ്ങും. നീ ഒരിക്കലും പിന്മാറി പോകല്ലേ, അവിശ്വാസത്തിലോട്ട് പോകല്ലേ. നിന്റെ ഏത് വിഷയത്തിലാണെങ്കിലും ദൈവം ജീവൻ വെപ്പിച്ചു തരും. ചില വാക്കുകൾ മാത്രം എടുക്കുന്നുള്ളൂ. ഓരോ പ്രസംഗങ്ങളിൽ പോകുന്നതാണ്. ഒരു സെക്കൻഡ് പറഞ്ഞിട്ട് അദ്ദേഹം ശരിക്കും ജനങ്ങൾ ഇരിക്കുക. പെരുക്കിടയ്ക്ക് താഴെയുള്ള ആ ഒരു സ്ഥലമാണ്. എല്ലാ വർഷവും അവിടെ കൺവെൻഷൻ നടക്കാറുണ്ട്. നെടുങ്ങാടോട്ട് പോകുമ്പോൾ നല്ലൊരു സൈഡിലാണ് ഏണിക്കര. ഗ്ലോറി ടു ഗോഡ്, ഹല്ലേലൂയ. 2-3 വർഷത്തിന് മുമ്പേ ഉള്ളതാണ്. കാരണം ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പ്രസംഗിച്ചുകൊണ്ടിരിക്കുക ഞാനും വൈഫോണ് മുഖത്തോട് നോക്കിയിട്ട് ലോകമെമ്പാടും ഓടി വന്ന് പ്രസംഗിക്കുന്ന ആളാണ്. വചനത്തിനെ കുറിച്ചുള്ള എന്തെങ്കിലും വെളിപ്പാടുണ്ടോ ഇവർക്കൊക്കെ? ഞാൻ ആരെ കുറ്റം വിധിക്കുന്നില്ല, നിങ്ങൾ അങ്ങനെ ആകരുത്. വചനത്തിന്റെ വെളിപ്പാട് വേണം. ഇത് ജനങ്ങളിലോട്ട് കൊണ്ട് ഇറക്കണം. എന്നാൽ മാത്രമേ അവർ വിശ്വാസത്തിൽ അടിയുറച്ചു നിൽക്കാനും പ്രാർത്ഥിക്കാനുള്ള കൃപ അവർക്ക് അവിടെ ഉണ്ടാകത്തുള്ളൂ. നന്ദിയോട് സ്തുതിക്കുന്നു. ദ നെയിം ഓഫ് ജീസസ് കർത്താവേ, നന്ദിയോട് സ്തുതിക്കുന്നു. ഗ്ലോറി ടു ഗോഡ്, ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. നന്ദിയോട് സ്തുതിക്കുന്നു. അപ്പോൾ അടുത്തൊരു വിഷയത്തിലേക്ക് പോവുകയാണ് ഞാൻ. 1 തെസ്സലോനിക്ക 4-16 വാക്യം. ഞാൻ പറഞ്ഞല്ലോ, ഇത് ഞാൻ ഉദാഹരണമായിട്ട് ചില വാക്യങ്ങൾ ചൂണ്ടിയെന്ന് മാത്രമേ ഉള്ളൂ. ചില വാക്യങ്ങൾ ഉദാഹരണമായിട്ട് ചൂണ്ടിയെന്ന് മാത്രമേ ഉള്ളൂ. എല്ലാ വാക്യങ്ങളും ഇങ്ങനെ തന്നെയാണ്. നമ്മൾ പ്രസംഗിക്കാൻ ഒരു വാക്യം എടുക്കുമ്പോൾ അതിൻ്റെ ആധികാരികമായ മർമ്മം, ആത്മീയ മർമ്മം, അതിൻ്റെ കണക്റ്റഡ് ഇണയെ കണ്ടെത്തി വേണം നമ്മൾ പ്രസംഗിക്കാൻ. അത് വിട്ടുപോകരുത്. അടുത്തൊരു ടോപ്പിക്കിലോട്ട് പ്രവേശിക്കുകയാണ്. ഒന്നാമത്തെ ടോപ്പിക് കഴിഞ്ഞു. അതിൻ്റെ ആത്മീയമായ ഇണയെ കണ്ടെത്തി വേണം നമ്മൾ പ്രസംഗിക്കാൻ. അടുത്ത 2ാമത്തെ വിഷയത്തിലേക്ക് പോവുകയാണ്. ഓക്കെ, 1 തെസ്സലോനിക്ക 4-16 വാക്യം. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. സിമ്പിളാണ്. എന്താണ് അതിന്റെ അർത്ഥം? എന്ത് മനസ്സിലായത്? വെരി വെരി സിമ്പിൾ. എന്താണ് പറയണം സാറേ? എന്താണ് അതിന്റെ എന്ത് മനസ്സിലായത്? ഒന്ന് വായിച്ചു കേൾപ്പിക്കുക. ഇതെല്ലാം നിങ്ങൾ വീട്ടിൽ പോയിട്ട് ധ്യാനിച്ചു പോകണം. 1 തെസ്സലോനിക്ക 4-16 വാക്യം. സിമ്പിൾ വേടാ, സിമ്പിൾ.
ആ ഗംഭീരനാദത്തോടും ആ പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ആ ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ആ ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. എല്ലാവർക്കും അറിയാം എന്താണ് നമ്മുടെ ഏറ്റവും വലിയ വ്യത്യാസം. എന്താണ്? ദൈവം വരുമെന്നുള്ള വിശ്വാസം. വിശ്വാസം. എന്തിനു വരുന്നു? തനിക്കായി പ്രിയപ്പെട്ടവരെ ചേർക്കാൻ. നിത്യയിലേക്ക് കൊണ്ടുപോകാൻ. ഇത്രയേ ഉള്ളൂ സംഭവം. അത്ര വലിയ കാര്യമൊന്നുമില്ല. നിത്യയിലേക്ക് എടുക്കുവാൻ. പ്രൈസ് ദി ലോർഡ്. ആ വരട്ടെ. യെസ് യെസ് വരട്ടെ. മനസ്സിലാക്കണം. അതെ ഇന്ന് ഇന്ന് കർത്താവിൽ പ്രിയം വെച്ചവരാണ്. ആ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് ഈ നിത്യയിൽ പ്രവേശിക്കണമെങ്കിൽ ഇതിനെ കുറിച്ച് ആൾക്കാർ കൂടാറില്ല. പ്രവേശിക്കാനായിട്ട് ആരും അങ്ങനെ വലിയ പ്രബോധനം കൊടുക്കുന്നില്ല. ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഒത്തിരി പ്രസംഗം കേൾക്കുന്ന വ്യക്തിയാണ്. ഇത് തന്നെ എനിക്ക് ജോലി, വേറെ ജോലിയൊന്നുമില്ല. സ്കൂട്ടറിൽ പോകുമ്പോഴും ഹെൽമെറ്റ് വെച്ചിട്ട് എൻ്റെ ഇടയിൽ ഇത് തന്നെ വെച്ചിരിക്കുന്നത്. വീട്ടിലായിരിക്കുമ്പോഴും ഇത് തന്നെ വെക്കുന്നത്. ടി വിയിലും ഫോണിലും അല്ലെങ്കിൽ എനിക്കിത് തന്നെ ജോലി. ഇന്ന് അടയാളങ്ങൾ പ്രസംഗിക്കാനും അത് കേൾക്കാനും ആൾക്കാരുണ്ട്. സുഹൃത്തെ, അടയാളം നിർത്ത്. യേശു വരുമ്പോൾ നിത്യയിൽ പ്രവേശിക്കണമെങ്കിൽ, നീ എടുക്കപ്പെടണമെങ്കിൽ നീ എന്തെല്ലാം ചെയ്തിരിക്കണം അത് പറ. ശരിയോ തെറ്റോ? ശരിയോ തെറ്റോ? അടയാളങ്ങൾ പ്രസംഗിക്കും. അവിടെ പൊട്ടുന്നു, ഇവിടെ കീറുന്നു, അവിടെ മലർക്കുന്നു, ഇല്ലേ? മുല്ലപ്പെരിയാർ പൊട്ടുന്നു, ഡാം പൊട്ടുന്നു, അത് പൊട്ടുന്നു, ഇത് പൊട്ടുന്നു, രാജ്യങ്ങൾ തമ്മിലടിക്കുന്നു. യെസ്, ഓക്കെ, ഇതൊക്കെ സംഭവിക്കും. ജനത്തിനത് മതിയല്ലോ കൈയടിക്കാൻ. കാര്യം എന്താ? ഇതിനാരാ ഉത്തരവാദി? ഞാൻ തന്നെയാണ്. പ്രസംഗിക്കുന്ന ആൾ തന്നെയാണ്. നീ ഇതൊക്കെ സംഭവിക്കും. പക്ഷെ യേശുവിന്റെ രണ്ടാം വരവിനെയാണ് സൂചിപ്പിക്കുന്നത്. യേശു വരും. എന്തിനു വരുന്നു? വരുമ്പോൾ നീ എടുക്കപ്പെടണം. അതിനുവേണ്ടി പ്രിയ സുഹൃത്തെ, പ്രിയ വിശ്വാസി, നീ ഒരുങ്ങ്. ശരിയല്ലയോ? ഞാൻ പറഞ്ഞത് തെറ്റാണോ? അടയാളങ്ങൾ അങ്ങ് ചാടിക്കുതിച്ച് പറയുക. കേൾക്കുന്നതാണ് സുഖം. അവനൊന്നും ചെയ്യണ്ടല്ലോ, അടയാളം കേട്ടോണ്ട് പോവുക. പിന്നെ മിക്കതിലും കേൾക്കുന്നുണ്ട്. നിത്യയിൽ പ്രവേശിക്കുന്നതിന് വേണ്ടി ചിലർ കാശ് കൊടുക്കുന്നുണ്ട്. എന്തെല്ലാം പാസ്റ്റേ നിത്യജീവിൽ പ്രവേശിക്കണം? എന്തെല്ലാം ചെയ്തിരിക്കണം ഭൂമിയിലായിരിക്കുമ്പോൾ? വേഗത്തിൽ പറഞ്ഞാട്ടെ. പറ. പ്രസംഗം കേൾക്കുന്നുണ്ടല്ലോ. ഞാൻ ഇടയ്ക്ക് കേട്ടു. ഹല്ലേലൂയ. അല്പം 30 കൊല്ലമായിട്ട്, അതെ 30-32 കൊല്ലമായിട്ട് പ്രസംഗത്തിൽ നിൽക്കുന്ന സിറ്റിയിലുള്ള ഇവിടെ ഭയങ്കര കൺവെൻഷൻ പ്രസംഗിക്കുന്ന വ്യക്തി എല്ലാം ഞാൻ കേൾക്കും. യൂട്യൂബിൽ കേൾക്കുക. സ്റ്റേജ് കത്തുന്നു. തീപ്പൊരി പ്രസംഗം. സ്റ്റേജ് കത്തുന്നു, വിശ്വാസികൾ കത്തി അമരുന്നു. ആ പടവും കൂടെ കണ്ടപ്പോൾ ഇന്നയാളുടെ ആണല്ലോ, ആ ലോകത്തുമ്പോടെ പോയി പ്രസംഗിക്കുന്ന ആളാണല്ലോ. സിറ്റിയിലുള്ള ആളാണ്. നമ്മുടെ സിറ്റിയിലുള്ള ആളാണ്. മനസ്സിലാവുന്നുണ്ടോ? പെട്ടെന്ന് ഇട്ട് നോക്കിയപ്പോൾ നിത്യതയിൽ പ്രവേശിക്കുമോ? അതാണ്. യെസ്, കറക്റ്റ്. ഞാൻ ഉദ്ദേശിക്കുന്നത് തന്നെയാണ്. നോക്കിയപ്പോൾ വിശുദ്ധിയും വേർപാടുമല്ലാതെ 2 മണിക്കൂറാണ്. ശരിക്കും പറഞ്ഞാൽ ആയിരക്കണക്കിന് ജനങ്ങളിരിക്കുകയാണ്. ഈ വിശ്വാസികളെ ഇവർ ചതിക്കുകയാണ്. മനസ്സിലാവുന്നുണ്ട്? ആയിരക്കണക്കിന് വിശ്വാസികളിരിക്കുക, ഇവരെ ചതിക്കുകയാണ് അവർ. ഈ 2 മണിക്കൂറും വിശുദ്ധിയും വേർപാടും. വിശുദ്ധി പ്രസംഗിക്കും, പിന്നെ എങ്ങോട്ടോ വേറെ അങ്ങോട്ടോ പോകും, അല്പം കഴിയുമ്പോൾ തിരിച്ചു വരും, വേർപാട് പ്രസംഗിക്കും, പിന്നെ എങ്ങോട്ടൊക്കെ പോകും, വീണ്ടും വിശുദ്ധി പ്രസംഗിക്കും, പിന്നെ തിരിച്ചു പോകും, വീണ്ടും വേർപാട് പ്രസംഗിക്കും. വിശുദ്ധിയും വേർപാടും അല്ലാതെ ഈ 2 മണിക്കൂർ ആ ദേവദാസൻ, ഞാനെ കുറ്റം പറയും, അങ്ങനെ ആയിപ്പോയി. ആ ദേവദാസന്റെ കയ്യിൽ നിന്നും വേറെ ഒന്നും വരുന്നില്ല. കരയേതു ഞാനിരുന്ന്. ഇന്നും സഭകളിൽ പഠിപ്പിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ സഭയിലുള്ള വിശ്വാസികൾ ചതിക്കപ്പെടുകയാണ്, അവർ വഞ്ചിക്കപ്പെടുകയാണ്. ഇല്ലേ? നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. വിശ്വാസം ഇത് പണ്ട് പഠിപ്പിക്കുന്നത് വിശ്വാസം, വേർപാട്, മാനസാന്തരം, ഇല്ലേ? സ്നാനം, കർത്തുമേശ, വെള്ളവസ്ത്രം, ആഭരണങ്ങൾ മാറ്റുക. അല്ലാതെ കാര്യം നിങ്ങൾ പഠിപ്പിക്കുന്നുണ്ടോ? ഉണ്ടോ പാസ്റ്റർ? ഉണ്ടോ? കേട്ടിട്ടുണ്ടോ? ഉണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? ഇത് വേണ്ട എന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. ഇത് 100-ൽ 110% വേണം. ഈ 5-6 കാര്യങ്ങൾ: വിശുദ്ധി, വേർപാട്, മാനസാന്തരം, സ്നാനം, കർത്തുമേശ, ആഭരണം മാറ്റുക, പിന്നെ വെള്ളവസ്ത്രം ധരിക്കുക. അതൊന്നും വേണ്ട എന്നല്ല, അതെല്ലാം വേണം എന്ന് ഞാൻ അവർ ഉദ്ദേശിക്കുന്നേക്കാൾ കൂടുതൽ കാര്യത്തിൽ ഞാൻ പറയുകയാണ്. പക്ഷെ അത് മാത്രം മതിയോ? പിന്നെ ഏത് വേണം?
പ്രൈസ് ലോർഡ്. ഇതെവിടെയെങ്കിലും പ്രസംഗിക്കുന്നുണ്ടോ? പ്രൈസ് ലോർഡ്. മനസ്സിലായോ? കാരണം അതാണ് മത്തായി സുവിശേഷം 25-ാം അധ്യായം 1 മുതൽ 12 വരെ വാക്യം വായിക്കുമ്പോൾ മത്തായി സുവിശേഷം പറഞ്ഞു, നിങ്ങൾ ഇനി ഇതിനെക്കുറിച്ച് നിങ്ങൾ സഭയിൽ പ്രസംഗിക്കരുത്, വേറെ ഒന്നും പ്രസംഗിക്കേണ്ടത്. എന്റെ പൊന്ന് സാറന്മാരെ, എന്റെ സഹോദരങ്ങളെ, പാസ്റ്റർമാരെ, എന്റെ പ്രിയപ്പെട്ട പാസ്റ്റർമാരെ, നിങ്ങൾ ഇനി മറ്റതിനെ കുറിച്ച് ഒന്നും പ്രസംഗിക്കണ്ട. നിങ്ങൾ ഇത് കുറിച്ചെടുത്ത് ധൈര്യമായിട്ട് നിങ്ങളുടെ സഭയോട് പ്രസംഗിക്ക്. ചെവിയുള്ളവൻ കേൾക്കട്ടെ, പോണമെന്ന് ആഗ്രഹമുള്ളവൻ അനുസരിക്കട്ടെ. ഭൂമിയിലായിരിക്കുമ്പോൾ ഇത് കുറിച്ചെടുത്ത് നിങ്ങൾ പ്രസംഗിക്കുക, വേറെ ഒന്നും പ്രസംഗിക്കണ്ട. പ്രസംഗിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്, കടമയാണല്ലേ. അവർ കേട്ടിട്ട് വേണമെങ്കിൽ അവരത് ചെയ്യട്ടെ, നമ്മുടെ കടമയല്ല. ദൈവം നമ്മളോട് ചോദിക്കും, നീ പ്രസംഗിച്ചു കൊടുത്തോ? യെസ്, ഞാൻ പ്രസംഗിച്ചു കൊടുത്തു. അവർ ചെയ്തില്ല, അത് ഞാൻ ഉത്തരവാദിയല്ല. മത്തായി 25-ാം അധ്യായം 1 മുതൽ 12 വാക്യം വായിക്കുമ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. അവിടെ എന്തോ കാണുന്നുണ്ട്? വല്ല വായിക്കാൻ സമയമൊന്നുമില്ല, വല്ല സമയമില്ല. അതായത് 10 കന്യകമാരുടെ 10 കന്യകമാരുടെ സാദൃശ്യം. ഒന്ന് ഓടിച്ച് വായിച്ചിട്ട് വേഗം വായിച്ചോണേ. 10 കന്യകമാരുടെ ഭൂമിയെ കുറിച്ച് പറയാൻ ഓടിച്ച് വായിച്ചു. അവർക്ക് എല്ലാം കാണാൻ അറിയാവുന്നവരല്ല. ബുദ്ധിയുള്ളവർ വിളക്കോടുകൂടി പാത്രത്തിൽ എണ്ണയും എടുത്തിരുന്നു. പ്രൈസ് ലോർഡ്. ഓക്കെ. ഉറങ്ങി. ഞങ്ങൾക്ക് തരുവിനെന്ന് പറഞ്ഞു. ബുദ്ധിയുള്ളവർ ഞങ്ങൾക്ക് നിങ്ങൾക്കും പോരാ എന്ന് വരാതിരിക്കാൻ ഞങ്ങൾ വിൽക്കുന്നവരുടെ അടുക്കൽ പോയി വാങ്ങിക്കൊള്ളുമെന്ന് ഉത്തരം പറഞ്ഞു. അവർ വാങ്ങാൻ പോയപ്പോൾ മണവാളൻ വന്നു. ഒരുങ്ങിയിരുന്നവർ അവനോട് കൂടെ ജനസംഖ്യയ്ക്ക് ചെന്നു വാതിലടക്കുകയും ചെയ്തു. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ആ 10 പേർ അവിടെ ഒരുങ്ങിയിരുന്നുവെങ്കിലും 5 പേർക്ക് മാത്രമേ വ്യക്തമായ അവിടെ ഉപമ പറയുക. 5 പേർക്ക് മാത്രമേ ആ വിശുദ്ധ ബൈബിളിൽ പറയുന്നത് പോലത്തെ ഒരുക്കം. മറ്റുള്ളവർ വിശ്വാസം ഉണ്ടല്ലോ, വേർപാടുണ്ടല്ലോ, സ്നാനമുണ്ടല്ലോ, ഞാൻ ആഭരണം മാറ്റിയിട്ടുണ്ടല്ലോ, കറുത്തുമേശ ഇട്ടുണ്ടോ, അത് മതി, 5 മതി. ബാക്കിയൊന്നും നമുക്കിതൊന്നും ബാധകമല്ല. 5 എണ്ണത്തിന് ചവിട്ടിയെടുത്ത് പുറത്തു കളഞ്ഞു. ഇപ്പോൾ ഗെറ്റ് ഔട്ട്. എന്നെ കേൾക്കുന്ന പ്രിയ വിശ്വാസികളെ, ഒരു രണ്ടാമത്തെ നിലയിൽ കയറണമെങ്കിൽ 10-12 പടി ഉണ്ടെങ്കിൽ ആ 10-12 പടികൾ ചവിട്ടിയാൽ മാത്രമേ 12ാമത്തെ പടിയിൽ 2ാമത്തെ നിലയിൽ കയറുവാൻ സാധിക്കത്തുള്ളൂ. എന്ന് പറഞ്ഞതുപോലെ വിശുദ്ധ വേദപുസ്തകത്തിൽ നിത്യതയിൽ പ്രവേശിക്കണമെങ്കിൽ ബൈബിളിൽ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു അതെല്ലാം നീ ഭൂമിയിലായിരിക്കുമ്പോൾ ചെയ്താൽ മാത്രമേ നിനക്ക് നിത്യതയിൽ പ്രവേശിക്കുവാൻ കഴിയുള്ളൂ. നമ്മുടെ വിശ്വാസികളോട് പഠിപ്പിക്കണം. നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഹല്ലേലൂയ, സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ. പരിശുദ്ധ തീത്തോസ് ലേഖനം കുറിച്ചെടുത്തോളുക. തീത്തോസ് ലേഖനം 3-ാം അധ്യായം 6-7 വാക്യം വ്യക്തമായി പഠിപ്പിച്ചു കൊടുക്കുക. തീത്തോസ് ലേഖനം 3-ാം അധ്യായം 6-7 വാക്യം. നിത്യജീവന്റെ അവകാശികളായി തീരേണ്ടത് പുനർജനന സ്നാനം കൊണ്ട് നമ്മുടെ രക്ഷിതാവായ യേശുക്രിസ്തു മൂലം നമ്മുടെ മേൽ ധാരാളമായി പോകുന്ന പരിശുദ്ധാത്മാവിന്റെ പ്രൈസ് ലോർഡ്. ഒരു പടി മറ്റേ ഞാൻ ഒരിക്കലും തള്ളിക്കളയുന്നില്ല. വിശുദ്ധി, വേർപാട്, സ്നാനം, കർത്തുമേശ എല്ലാം വേണം, അതൊക്കെ വേണം. പക്ഷെ അടുത്ത സ്റ്റെപ്പ് ഞാൻ പറഞ്ഞു തരികയാണ്. ഇന്ന സ്റ്റെപ്പ് എന്നല്ല, എല്ലാം ഒന്ന് തന്നെയാണ്. ഒരു ശരീരത്തിലെ അവയവങ്ങൾ പോലെ എല്ലാം ഒന്ന് തന്നെയാണ്. നാം അവന്റെ കൃപയാൽ രക്ഷിക്കപ്പെട്ടു. ഓക്കെ, അടുത്ത പ്രത്യാശ എന്താണ്? പ്രത്യാശ നിത്യജീവന്റെ അവകാശികളായി തീരേണ്ടതിന്. അപ്പൊ നിത്യജീവൻ എന്ന് പറയുന്നത് ദൈവത്തിന്റെ സ്വത്താണ്. അതിന്റെ അവകാശമായി തീരേണ്ടതിന് പുനർജനന സ്നാനം കൊണ്ടും, ആത്മാവാലും വചനത്താലും വെള്ളത്താലും സ്നാനപ്പെട്ട്, ഓക്കെ, ശരി തന്നെയാണ്, സ്വീകരിക്കുന്നുണ്ട്, പറയുന്നില്ല. അടുത്ത 7-ാം വാക്യം. നമ്മുടെ മേൽ ധാരാളമായി പകർന്ന എന്നെ കേൾക്കുന്ന പ്രിയ വിശ്വാസികളെ, പാസ്റ്റർമാരെ കാണിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ഇവിടെ വന്ന് കൈയടിച്ചിട്ടെന്ന് കാര്യമില്ല. നീ അഭിഷേകം പ്രാപിച്ചോ? നീ പരിശുദ്ധം പ്രാപിച്ചോ? നീ പരിശുദ്ധം പ്രാപിച്ചില്ല എങ്കിൽ ആ നിത്യജീവന്റെ സ്വത്തിന് നിനക്ക് അവകാശം. മനസ്സിലാവുന്നുണ്ടോ? വിശുദ്ധി വേർപാട് മാത്രം മതിയോ? പറയണം, മതിയോ?
സ്നാനവും കർത്തവേശം ആഭരണം മാറ്റുന്നത് മാത്രം മതിയോ? അഭിഷേകം പ്രാപിച്ചിരിക്കണം. അതിൽ വ്യക്തമായി ഞാനല്ല പറയുന്നത്, വിശുദ്ധ വേദപുസ്തകത്തിലാണ് പറയുന്നത്. നമ്മുടെ രക്ഷിതാവായ യേശുക്രിസ്തു പോലും നമ്മുടെ മേൽ ധാരാളമായി പകർന്ന പരിശുദ്ധാത്മാവിന്റെ നവീകരണം കൊണ്ട് തന്നെ പരിശുദ്ധാത്മാവിനെ നമ്മൾ അനുനിമിഷം നവീകരിച്ചുകൊണ്ടിരിക്കണം. പരിശുദ്ധാത്മാവിനെ അനുനിമിഷം നമ്മൾ നവീകരിക്കണമെങ്കിൽ നമ്മൾ പരിശുദ്ധാത്മാവ് പ്രാപിച്ചിരിക്കണം. Glory to God. അടുത്ത കടമ്പയാണ് നമ്മൾ വചനത്തിലുള്ള ഒരു ദാഹം ഉണ്ടായിരിക്കണം. അപ്പോൾ ഇവിടെ പറഞ്ഞത് പരിശുദ്ധം പ്രാപിച്ചിരിക്കുന്നു. അടുത്തൊരു കടമ്പ പറയുന്നത് വചനത്തിന് വേണ്ടിയുള്ള ഒരു ദാഹം ഉണ്ടായിരിക്കും. ഞാനെല്ലാം വചനാടിസ്ഥാനത്തിലാണ് പറയുന്നത്. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ചോദിക്കാൻ തർക്കിക്കാം. ഞാൻ വചനാടിസ്ഥാനത്തിലാണ് പറയുന്നത്. യോഹന്നാൻ സുവിശേഷം 6-ാം അധ്യായം 25 മുതൽ 27 വാക്യം വായിച്ച് പറയാൻ സാധിക്കുന്നുണ്ട്. യോഹന്നാൻ സുവിശേഷം 25 മുതൽ 27 വാക്യം വായിക്കും പറയാൻ സാധിക്കുന്നുണ്ട്. വായിച്ചാട്ടെ. യോഹന്നാൻ സുവിശേഷം 6-ാമത് 25-27. അവനെ കണ്ടെത്തിയപ്പോൾ റബ്ബി, നീ എപ്പോൾ ഇവിടെ വന്നു എന്ന് ചോദിച്ചു. അതിന് യേശു, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ അടയാളം കണ്ടതുകൊണ്ടല്ല, അപ്പത്തിൽ നിന്ന് തൃപ്തരായി. യേശു ചോദിക്കുക, നിങ്ങൾ അടയാളം കണ്ടതുകൊണ്ടൊന്നും അല്ല, നിങ്ങൾ അപ്പം നിന്ന് തൃപ്തരായതുകൊണ്ടാണ് എന്നെ അന്വേഷിച്ചു വന്നത്. അല്ലെങ്കിൽ നിങ്ങൾ വരത്തില്ല. എനിക്കറിയാം നിങ്ങൾ വീണ്ടും അപ്പം തിന്നാൻ വേണ്ടി നിങ്ങൾ അന്വേഷിച്ചുകൊണ്ട് നടക്കുന്നത്. 27-ാം വാക്യം. നശിച്ചു പോകുന്ന ആഹാരം യേശു ഉടൻ അവർക്ക് മറുപടി കൊടുക്കുകയാണ്. നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടല്ല. അവിടെ ആഹാരം ഏതാ? ഏതാ? യെസ്, ഇപ്പുറത്ത് കൊടുക്കണം. മനസ്സിലാവുന്നുണ്ടോ? നശിച്ചു പോകുന്ന ആഹാരത്തെ തർക്കം വരണം, ഇവിടെ പറയണം. ആഹാരം വചനമാണോ? യെസ്. മത്തായി 4:4, ലൂക്ക 4:4, ആവർത്തന പുസ്തകം 8:3. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ട് അത്ര ജീവിക്കുന്നത്. മത്തായി 4:4, ലൂക്ക, മാർക്കോസ് അല്ല, ലൂക്ക 4:4, ആവർത്തന പുസ്തകം 8:3. Praise the Lord. നശിച്ചു പോകുന്ന ആഹാരത്തിന് വേണ്ടിയല്ല, നിത്യജീവനിലേക്ക് നിലനിൽക്കുന്ന, വ്യക്തമായി പറയാം, നിത്യജീവനിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിന് വേണ്ടി നിങ്ങൾ പ്രവർത്തിപ്പിൻ, അതിനു വേണ്ടി ദാഹിക്കുവിൻ. അപ്പോൾ വചനത്തിന് വേണ്ടിയുള്ള ഒരു ദാഹം നിത്യയിൽ പ്രവേശിക്കുന്നതിന് വേണമെങ്കിൽ വചനത്തിന് വേണ്ടിയുള്ള ഒരു ദാഹം നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. ഇത് നിങ്ങൾ ആരെ പഠിപ്പിക്കണം? വിശ്വാസികളെ പഠിപ്പിക്കണം. ഇന്നെല്ലാം നിൽക്കുക, വിശുദ്ധി, വേർപാട്, സ്നാനം മതി മതി മതി. വിശുദ്ധി, വേർപാട്, സ്നാനം മതി, കർത്തമേശ മതി. പാവപ്പെട്ട വിശ്വാസികൾ ചതിക്കപ്പെടുകയാണ്. ചതിയിൽ കുതിയിൽ വീഴുക. പ്രൈസ് ദി ലോർഡ്. നന്ദിയോട് സ്തുതിക്കുന്നപ്പോൾ നന്ദിയോട് സ്തുതിക്കുക. ഹല്ലേലൂയ. യോഹന്നാൻ സുവിശേഷം 6-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്ക് അത് വായിക്കണ്ട. യോഹന്നാൻ സുവിശേഷം 6-ാം അധ്യായം എടുക്കാം. 66 എടുക്കുക. യോഹന്നാൻ സുവിശേഷം 6:66. 6-ാം അധ്യായം വായിക്കുമ്പോൾ യേശുവിന്റെ ശിഷ്യന്മാർ യേശുവിനെ വിട്ട് പിൻവാങ്ങി പോണു. അവർ പറയും, ഞങ്ങൾക്കിത് പറ്റത്തില്ല, ഇത് കുത്തുവാക്ക് ഇല്ലേ, പറ്റില്ല, ഇത് ഞങ്ങൾക്ക് കുത്തുവാക്ക്. ഇവിടുന്ന് ചിലവരെ കഴിച്ചു പോയി. ഇത് എനിക്ക് നടക്കുന്ന കേസല്ല, ഞങ്ങൾക്കറിയാം. പ്രൈസ് ദി ലോർഡ്. അവിടെ ചെന്ന് ബൈബിൾ തുറക്കും, ഒരു വാക്യം എടുക്കും, പിന്നെ എന്ത് പറയണമെന്ന് എനിക്കറിയാം. അദ്ദേഹം പറയണത് കുത്തുവാക്ക്, എൻ്റെ ഒന്നും ആവശ്യമില്ല അല്ലേ, നിങ്ങൾക്ക് വേറെ ജോലി ഇല്ലയോ? അന്നുകൊണ്ട് ഇന്നുകൊണ്ട്. അപ്പൊ യേശുവിന്റെ അടുക്കൽ വന്ന ശിഷ്യന്മാരോട്, ഇത് ഞങ്ങളെ കൊണ്ട് പറ്റത്തില്ല, ഇത് കുത്തുവാക്ക്. യേശുവെ, അങ്ങനെ ജോലി നോക്കി പോ, ഞങ്ങൾക്കറിയാം എങ്ങനെ പ്രസംഗിക്കണമെന്ന്, എന്ത് ചെയ്യണമെന്ന്. ഗ്ലോറി ടു ഗോഡ്. നന്ദിയോട് സ്തുതിക്കുന്നു. യേശുവിനെ വിട്ടുപോകണം. അവർ വിട്ടുപോക്കളഞ്ഞു. വിമാനസാന്തരപ്പെടണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കണ കേസാണോ? നടക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഇത് കുത്തുവാക്ക്, എന്നെ കൊണ്ട് പറ്റത്തില്ല. പറയുന്നവർക്ക് പലതും പറയാം. പ്രൈസ് ദി ലോർഡ്. 66 വായിച്ചേ. പിൻവാങ്ങിപ്പോയി. യേശു, ഇനി അങ്ങയുടെ പണി ഞങ്ങൾക്ക് ഞങ്ങളുടെ പണി, മേലാൽ ഞങ്ങളെടുത്ത് വരൽ, നമ്മൾ തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല. കട്ട് ഓഫ്. ഓക്കെ. 12 പറയാം, നിങ്ങളും പറ്റോ? നിങ്ങൾ എന്തിനാ എന്നോട് പറയാൻ നടക്കുന്നത്? എന്തിനാ എന്റെ പറയാൻ നടക്കുന്നത്? നിങ്ങളും പറ്റോ? 68. അപ്പോൾ പത്രോസ് പറയാണ്, ഞാൻ ആരുടെ പുറകെ പോകും? നിത്യജീവന്റെ മൊഴികൾ, നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കലുള്ളപ്പോൾ ഞാൻ എവിടെ പോകുന്നു? ദാറ്റ് മീൻസ് വചനത്തിന് വേണ്ടിയുള്ള ദാഹമാണ് അവിടെ സൂചിപ്പിക്കുന്നത്. വചനത്തിന് വേണ്ടിയുള്ള ദാഹം വിശ്വാസത്തോട് പറയണം. വിശുദ്ധി, വേർപാട് മാത്രം പോരാ, നീ വചനത്തിന് വേണ്ടി ദാഹിക്കണം. നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം അവരെ, വചനത്തിന് വേണ്ടി ദാഹിക്കണം. ശരിയല്ലയോ? പത്രോസ് പറയാണ്, ഞാൻ എവിടെ പോകാനാ? നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കലുള്ളപ്പോൾ ഞാൻ എവിടെ പോകാനാ?
വചനത്തിന് വേണ്ടിയുള്ള ദാഹത്തെ സൂചിപ്പിക്കുക. സ്തോത്രം, നന്ദിയോട് സ്തുതിക്കുന്നപ്പോ അടുത്ത വചനത്തിന്റെ അനുസരണം. ഓരോ കാര്യം വ്യക്തമായിട്ട് എഴുതി കൊടുത്തോളൂ, ഹെഡിങ് വെച്ചാൽ എഴുതിക്കോളൂ. അതാ ബുക്കും പേന എല്ലാം കൊണ്ടുവന്നത്. വചനം അനുസരിക്കുക. യോഹന്നാൻ 8:51 വചനം അനുസരിക്കുക. യോഹന്നാൻ 8:9 ഞാൻ എക്സ്പ്ലനേഷനോട് പോകുന്നില്ല, സമയമില്ല എന്നുള്ള. പ്രൈസ് ദി ലോർഡ്, നന്ദിയോട് സ്തുതിക്കുന്നത്. അതെല്ലാം നിത്യയിൽ പ്രവേശിക്കാനുള്ള സ്റ്റെപ്പ് വഴികളാണ്. യോഹന്നാൻ 8:51 വചനം അനുസരിക്കുക. ആമേൻ, ആമേൻ. വേണ്ട, വായിക്കണ്ട, അവർ വീട്ടിൽ പോയി വായിച്ചോളും. പ്രൈസ് ദി ലോർഡ്. അടുത്ത് യോഹന്നാൻ സുവിശേഷം 17-ാം അധ്യായം 2-3 വായിച്ചാട്ടെ. ദൈവത്തിന് മേലുള്ള ഒരു അറിവ് നമുക്കുണ്ടായി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണമെന്നാണ്. ദൈവത്തിന് മേലുള്ള ഒരു അറിവ് ഹെഡിങ് എഴുതിക്കൊള്ളുക. ദൈവത്തെ നമ്മൾ അറിയണം. അറിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത് ഹെഡിങ് എഴുതിക്കൊള്ളുക. ഓക്കെ. നീ അവന് നൽകിയിട്ടുള്ളവൻ ആ. എല്ലാവർക്കും ആ. അവൻ നിത്യജീവനെ കൊടുക്കേണ്ടതിന് ആ. ഈ സകല ജഡത്തിന്മേലും ആ. അവന് അധികാരം നൽകിയിരിക്കുന്നു. ആ. ഏകസത്യദൈവമായ 3-ാം വാക്യം അണ്ടർലൈൻ ചെയ്തോളുക. 3-ാം വാക്യം എത്രത്തോളം നിങ്ങൾക്ക് അടിവരാൻ സാധിക്കുമോ, യോഹന്നാൻ 17:3 എത്രത്തോളം അടിവരാൻ സാധിക്കുമോ അത്രത്തോളം നിങ്ങൾ അടിവരയിട്ടോളുക. ഇതൊക്കെ പഠിപ്പിക്കുന്നുണ്ടോ ഇന്ന് സഭകളിൽ? കൺവെൻഷൻ പറയുന്നുണ്ടോ? ഉണ്ടോ? വായിച്ചേ. ഏകസത്യദൈവമായ നിന്നെയും ആ. നീ അയച്ചിരിക്കുന്ന ഏക സത്യദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശുക്രിസ്തു നീ അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെയും അറിയുന്നവർ തന്നെ നിത്യജീവനാകുന്നു. ദൈവത്തെ അറിയാത്ത ആരെങ്കിലുണ്ടോ? ഉണ്ടോ? എല്ലാവർക്കും അറിയാം. യേശുവിനെ അറിയാത്ത ആരെങ്കിലുണ്ടോ? അപ്പൊ നമുക്ക് നിത്യജീവൻ കൂടുതൽ എക്സ്പ്ലനേഷൻ വേണ്ടല്ലോ. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കുക, ആ അറിയുക. നിങ്ങൾക്ക് എത്ര പ്രാവശ്യം അണ്ടർലൈൻ ചെയ്യാൻ പറ്റും? നിങ്ങൾ അണ്ടർലൈൻ ചെയ്യുക. അറിയുക. അബ്രഹാം ദൈവത്തെ അറിഞ്ഞപ്പോൾ, മനസ്സിലാവുന്നുണ്ടോ പ്രിയ വിശ്വാസികളെ? നിങ്ങൾ അവരോട് ചോദിക്കണം, പ്രിയ വിശ്വാസികളെ, അബ്രഹാം ദൈവത്തെ അറിഞ്ഞപ്പോൾ ദൈവത്തെ അനുസരിച്ചു. ആ ഏക മകനെ പോലും ദൈവത്തിന് ബലിയായി കൊടുക്കുവാൻ തയ്യാറായി. മക്കളെ കൊടുക്കാനല്ല പറയുന്നത്, ദൈവത്തിൽ അനുസരിച്ചു. പ്രൈസ് ദി ലോർഡ്. മോശ ദൈവത്തെ അറിഞ്ഞപ്പോൾ അവർ തമ്മിൽ എന്തായി മാറി? ഇന്റിമേറ്റ് ഫ്രണ്ടായി മാറി. ശരിയല്ലേ? കൂട്ടുകാരായി മാറി. ദൈവം മോശയ്ക്ക് ദൈവം മോശയ്ക്ക് സ്നേഹിതനായി. അത് ആദ്യം പറഞ്ഞു. ദൈവം മോശയ്ക്ക് വഴങ്ങി. ഇല്ലേ? വാക്യമില്ലേ? വാക്യം വേണോ? ഉണ്ട്. മോശയോട് ദൈവം പറയാണ്, ഞാൻ സംശയം വരും, പലരും എന്നോട് വിളിച്ചു ചോദിച്ചു, അതവിടെ കിടക്കുന്ന വാക്യം. മനസ്സിലായോ? ദൈവം ഒരു വ്യക്തി എടുത്ത് വഴങ്ങാനോ, ദൈവം ഒരു വ്യക്തിക്ക് വണങ്ങി നിൽക്കാനോ എവിടെ കിടക്കുന്നു? പാസ്റ്റർ എന്താ പ്രസംഗിക്കുന്നത്? മോശ ദൈവത്തെ അറിഞ്ഞപ്പോൾ അവർ ഇന്റിമേറ്റ് ഫ്രണ്ടായി മാറി. ദൈവം മോശയ്ക്ക് വഴങ്ങിയാണ്. എന്ത് പറഞ്ഞു? ദൈവം പറഞ്ഞു, മോശെ ഇസ്രായേൽ ജനങ്ങളെ അവിടുന്ന് ഈജിപ്തിൽ വിളിച്ചുകൊണ്ടുവന്ന് പറഞ്ഞിട്ട് കേൾക്കാത്ത ജനങ്ങളെ ദൈവം പറയാണ്, മോശെ ഈ ജനങ്ങളെല്ലാം ഞാൻ നിന്നെ നിർത്താം, നിന്നെ ഞാൻ ഒന്നും ചെയ്യത്തില്ല. മോശ എന്ത് പറഞ്ഞു? ഇവർ ഞാൻ വെന്തിരിച്ചളയാൻ പോകും അല്ലേ? മോശ എന്ത് പറഞ്ഞു? ഇന്നോ ചെയ്തോളാം പറഞ്ഞു. ചെയ്തോളുക, പക്ഷെ ആദ്യം എന്നെ ചെയ്യുക. എന്നെ കൊല്ലു. അവൻ എന്താണ് ചോദിച്ചത്? ചവിട്ടിക്കൊല്ലേ, വെട്ടിക്കൊല്ലേ, ബന്ധുക്കൊല്ലേ, എന്താണ് ചോദിച്ചത്? അതോടൊപ്പം എന്നെ ചെയ്തോളുക. ദൈവം പറഞ്ഞു, നിന്നെ കൊല്ലുന്നില്ല, അവരെയും കൊല്ലുന്നില്ല, പോട്ടെ. ദൈവം മാറിയോ? മാറിയോ? എന്തായാലും അവിടെ സംഭവം കോംപ്രമൈസ് ആയോ? അവർ ആര്? മോശ ദൈവത്തെ അറിഞ്ഞപ്പോൾ. മോശ മരിച്ചപ്പോൾ അടക്കം ചെയ്തത് ആരാ?